ആ വന്നോ? ആ വന്നു. ഇനി ഉപദേശം തുടങ്ങിക്കോളി. ഉപദേശമൊക്കെ നിർത്തി. താങ്ക് യു. നിന്നെ ഇനി വീട്ടിലേക്ക് കയറ്റണ്ടെന്നാ വല്യാക്ക പറഞ്ഞത്. ഓഹോ, വീട്ടിലെ ഭരണം എന്നാണാവോ വല്ലിക്കാൻ്റെ കയ്യിലെത്തിയത്? അവരെങ്ങനെ പറയുന്നതാണോ തെറ്റ്? അതെ, അവർക്കങ്ങനെ പറയാനുള്ള അവകാശമില്ല. കാരണം എൻ്റെ 2 ജ്യേഷ്ഠന്മാർക്കുമുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുമുണ്ട്. അതുപോട്ടെ, ഉപ്പ എന്തെങ്കിലും പറഞ്ഞോ? ഉപ്പയാണിത് പറഞ്ഞെങ്കിൽ പഠിച്ചോനാണ് സത്യം. പിന്നെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കാലും എത്തൂല. എന്നെ ആർക്കും വേണ്ട. വീട്ടിലും നാട്ടിലും ഞാനൊരു താന്തോന്നി. അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഞാനിത് ചെയ്തിട്ടില്ല. എന്നിട്ടും ഉപ്പ എന്നെ തള്ളി പറഞ്ഞോട്ടെ, ഞാൻ ക്ഷമിക്കും. ഇക്കാക്കമാരെന്നെ തല്ലി ചതച്ചോട്ടെ, ഞാൻ സഹിക്കും. പക്ഷേ ഒരു ഉമ്മ സ്വന്തം മക്കളെ തള്ളി പറയുന്നത് ലോകത്തിൽ ഒരു മകനും സഹിക്കൂല. എൻ്റെ ഈ അനുഭവം ലോകത്തിൽ മറ്റാർക്കും ഉണ്ടാവരുതേ. ബെസ്റ്റ്. നിങ്ങളുടെ മുമ്പിൽ മമ്മൂട്ടി ഒന്നുമല്ല. അഭിനയത്തിനുള്ള ഈ വർഷത്തെ ദേശീയ അവാർഡിന് സാധ്യത കാണുന്നുണ്ട്. ആ പൊയ്ക്കോ പൊയ്ക്കോ. ഒരു ദിവസം ആ മുഖംമൂടി ഞാൻ വലിച്ചു കീറും. അത് മുഖംമൂടി അല്ലടാ, ഹെൽമെറ്റാ. അതെനിക്കറിയാം. ഞാനൊരു സാഹിത്യം പറഞ്ഞതാ. ഓ അത് ശരി. വെറുതെ അല്ല നാട്ടുകാർ വീരപ്പൻ എന്ന് പേരിട്ടത്. എന്താടാ പറഞ്ഞത്? ഒരു നെയ്യപ്പം നിന്നാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതാണേ. ടാടാടാ, അധികം വിളച്ചിലെടുക്കല്ലേ. ജ്യേഷ്ഠന്റെ മോനാണെന്ന് ഞാൻ നോക്കില്ല. ചാവിട്ടി നിന്റെ നാട്ടിൽ ഞാൻ ഓടിക്കും. എടാ, സംഗതി സീരിയസ് ആയി മാറുന്നുണ്ട്. നമുക്ക് സ്ഥലം വിടാം. യു ആർ കറക്റ്റ്. എന്താ മുതലാളി? പുതിയ മഹൽ പ്രസിഡന്റിനെ പറ്റി എന്താ എൻ്റെ അഭിപ്രായം? എനിക്ക് വളരെ നല്ല അഭിപ്രായം. പുതിയ പ്രസിഡന്റിനെ പോരെ നാടാ അണക്ക് ചോറ്. ക്ഷമിക്കണം മുതലാളി, ഞാൻ അറിയാതെ സത്യം പറഞ്ഞു പോയതാ. എന്നാ മാറ്റി പറടാ കുതിരെ. ഇജാതി ഒരു തല്ലിപ്പൊളി പ്രസിഡന്റിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മൂപ്പരൊക്കെ പ്രസിഡന്റ് ആക്കിയ ആൾക്കാരെ ആദ്യം ചവിട്ടണം. ഈ മഹലിൽ പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ള ഒരേ ഒരാളുണ്ടെങ്കിൽ അത് ഈ നിൽക്കണ മുതലാളിയാ. ഈ പറഞ്ഞ എല്ലാം നേരാണോ കോയ? 100 വട്ടം നേരാ മുതലാളി. പിന്നെ എന്തേ എന്നെ ആരും പ്രസിഡന്റ് ആക്കാഞ്ഞത്? അത് കമ്മിറ്റിക്കാർക്ക് വിവരമില്ലാത്തോണ്ട്. ഈ ഒരു കൊല്ലം കഴിഞ്ഞോട്ടെ, അടുത്ത കൊല്ലം മുതൽ മരിക്കണത് വരെ മുതലാളിയായിരിക്കും മഹല്ല് പ്രസിഡന്റ്. അതിനുള്ള കരുക്കള് ഈ കോയ നീക്കും. ഉറപ്പാണോ കോയ? 100 വട്ടം ഉറപ്പ്. സജിന എവിടെ? ഓള് കുളിക്കാൻ പോയിരിക്കുക. ആ ഞാൻ പോവാണ്. ഉമ്മാനൊന്ന് ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് എനിക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. അല്ലല്ല, കാശ് എത്ര വേണമെങ്കിലും ഞാൻ ഇറക്കാം. അത്രയേ ഉള്ളൂ. തിരിച്ചു കിട്ടുമെന്ന ഗ്യാരണ്ടി വേണം. അതെനിക്ക് ബോധ്യപ്പെടുകയും വേണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകുന്നേരം ടൗണിലേക്ക് വരുന്നുണ്ട്. വിശദമായി നേരിൽ സംസാരിക്കാം. ഓക്കെ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്,
ഒരു 25-30 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. നിങ്ങൾ പറഞ്ഞ പ്രൊജക്റ്റ് അനുസരിച്ച് അത്രയും കൂടി സംഖ്യ ഞാൻ പലിശക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാർട്ട്ണറെ കൂട്ടാം. 30 ലക്ഷത്തിന് ഷെയർ അയാളും എടുക്കട്ടെ. ഹേയ്, അതിലെനിക്ക് താല്പര്യമില്ല. എൻ്റെ ബിസിനസ്സിൽ ഒരു മുതലാളി മതി. അത് ഞാനായിരിക്കണം. എന്നാലും ഒറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് ലോൺ എടുക്കാം. ബാങ്ക് ലോൺ തൽക്കാലം സാധ്യമല്ല. ജ്വല്ലറി തുടങ്ങാൻ 3 ബാങ്കിൽ നിന്നുമായി രൂപ 28 ലക്ഷമാണ് ലോൺ എടുത്തത്. അല്ല, തിരിച്ചെടുക്കാൻ സമയമുണ്ട്. എന്നാൽ പിന്നെ കറിയാച്ചൻ്റെയോ ജനാർദ്ദനേട്ടൻ്റെയോ അടുത്തൊന്ന് വട്ടിക്കെടുക്കാം. ബ്ലേഡ് അല്ലേ? എന്നിട്ട് വേണം ശ്രീധരൻ ചെയ്തതുപോലെ മക്കൾക്ക് വിഷവും എനിക്കും ഭാര്യയ്ക്കും കയറും വാങ്ങാൻ. നമ്മൾക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടും വരില്ല. കാരണം എറണാകുളം സിറ്റിയിൽ നമ്മുടെ ടെക്സ്റ്റൈൽസിനേക്കാൾ വലിയൊരു ടെക്സ്റ്റൈൽസ് മറ്റൊന്നും ഉണ്ടാവില്ല. മാസം മാസം പുത്തൻ ഡ്രസ്സ് വാങ്ങുന്ന ചെത്ത് പിള്ളേരാണ് എറണാകുളത്തുള്ളത്. പുതിയ ഫാഷൻ ഇറക്കി തോന്നിയ വിലയിട്ടാലും വാങ്ങാൻ കൊച്ചമ്മമാരും കോളേജ് പിള്ളേരും വരും. 2 വർഷം കൊണ്ട് വട്ടിക്കാരൻ കറിയാച്ചൻ്റെ മുതലും പലിശയും തിരിച്ചടക്കാം. അത് നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൻ്റെ തുടക്കമായിരിക്കും. പിന്നീട് കേരളത്തിലും പുറത്തും ഗൾഫിലും ടെക്സ്റ്റൈൽസും ജ്വല്ലറികളും. ജലാൽ ട്രേഡിംഗ് ഗ്രൂപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ ഏതായാലും ആദ്യം സ്ഥലം ഒന്ന് കാണട്ടെ. ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പറയാം. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, വരട്ടെ. ഓക്കെ. ശരി. കുറുക്കു വഴിയിലൂടെ രക്ഷപ്പെടാമെന്ന് കരുതിയല്ലടാ. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കൂ സുഹൃത്തുക്കളെ. വേണ്ടടാ, ഞങ്ങളോട് വാങ്ങിയ അഡ്വാൻസ് തുക തിരിച്ചു തരുന്നതിനെ കുറിച്ച് മാത്രം സംസാരിച്ചാ മതി. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങളോട് വിസയ്ക്ക് വാങ്ങിയ അഡ്വാൻസ് തുകയും പാസ്പോർട്ടും തിരിച്ചു വേണം. സാധ്യമല്ല. നിർത്ത്. ഞാൻ പറയട്ടെ, നിങ്ങളോട് വാങ്ങിയ കാശ് ഞാൻ അപ്പടി അറബിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു നയാ പൈസ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് നല്ല ശമ്പളവും ജോലിയും കിട്ടിക്കോട്ടെ എന്ന് കരുതിയാൽ ഞാൻ അത് മുഴുവൻ അറബിയെ ഏൽപ്പിച്ചത്. അയാൾ വിസ തരാതെ എന്നെ പറ്റിച്ചാൽ ഞാൻ എന്താ ചെയ്യുക? സംശയമുണ്ടെങ്കിൽ ദാ ഈ അഡ്രസ്സ് വിളിച്ചു നോക്ക്. അറബിയുടെ അബുദാബിയിലുള്ള ഓഫീസാണത്. എന്നാ പൊക്കിക്കോ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഫോൺ ചെയ്യണ്ടേ വീരപ്പ? അതിനെന്തിനാ ഞാന് നമ്പർ നിങ്ങളുടെ കൈ തന്നില്ലേ? ഒരുപാട് നമ്പറുകളായി വശമുള്ള ആളല്ലേ, ഇത് പുതിയൊരു നമ്പർ ആവാതിരിക്കാനാ. നിർത്തണ തണ്ടികളെ. STD ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്താലുണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. എന്ത് നഷ്ടങ്ങൾ? നിങ്ങൾക്ക് വിസ വരാനുണ്ടെന്ന കാര്യം അസൂയക്കാരറിഞ്ഞാൽ അവർ പാരവെക്കും. അതോടുകൂടി നിങ്ങളുടെ യാത്രയും വിസയുടെ കാശും www.com ആവും. ഒടുക്കം എല്ലാം കൂടി എൻ്റെ തലക്കിടരുത്. വിസ നിങ്ങളുടെ കൈ തരുന്നതോടുകൂടി നമ്മൾ തമ്മിലുള്ള ഇടപാട് തീർന്നു. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആകെ കുടുങ്ങുമല്ലോ. കാശ് പോവും. കാശ് പോകാൻ പറ്റില്ല. ഇതിപ്പോ എന്താ ചെയ്യാ? പ്രശ്നമാവല്ലോ. ഓനോട് തന്നെ ചോദിക്കാം. മുങ്ങാ വരട്ടെ. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി. STD ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്യണ്ട. താങ്ക് യു.
എൻ്റെ അമ്മാവൻ്റെ വീട് ഇവിടെ അടുത്താ, അവിടുന്ന് വിളിക്കാം. എന്നാ പൊക്കിക്കോ. ആ വേണ്ട വേണ്ട, നീ ഫോൺ ചെയ്യണ്ട, ഞാൻ സംസാരിച്ചോളാം. അബുദാബിയിലുള്ള അറബിയോട് സംസാരിക്കാൻ നിനക്ക് അറബി അറിയോ? ആ ഇവന് നന്നായി അറബി അറിയാം. ഹേയ്, എനിക്കറിയില്ല. നിനക്കറിയോ? ആ, എനിക്ക് അറബി മലയാളം അറിയാം. രക്ഷപ്പെട്ടു. 3 എരപ്പാളികൾക്കും അറബി അറിയില്ല. ഒരു കളി കൂടി കളിച്ച് നോക്കാം. ആ, നിങ്ങൾക്കൊക്കെ വിസ വാങ്ങി തന്നാൽ ഗൾഫിൽ പോയി എനിക്ക് ചീത്തപ്പേരുണ്ടാക്കും. അറബി അറിയാത്ത നീയൊക്കെ ഗൾഫിൽ പോയിട്ട് എന്താ കാര്യം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തന്നെ 3 പേരും അറബി പഠിക്കാൻ തുടങ്ങിക്കോളണം. മനസ്സിലായല്ലോ? അതൊക്കെ ഞങ്ങൾ പഠിച്ചോളാം. ആദ്യം വിസ വരട്ടെ, നീ ഫോൺ ചെയ്യേ. ഫോൺ ഇങ്ങോട്ട് കൊണ്ടാ, ഞാനൊന്ന് നോക്കട്ടെ. There is no route corresponding to the digits dialed by you. Kindly confirm the number. ഇംഗ്ലീഷിലാണല്ലോ സംസാരം. ഏതോ ഒരു പെണ്ണാ. നോക്കട്ടെ. താങ്കൾ വിളിച്ച റൂട്ട് നിലവിലില്ല. ആ, ഇത് അറബിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാ, ജുംലത്തുൽ മുഫീദ. മലയാളിയാ. എടി, നീ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഇത് കേരളത്തിൽ നിന്ന് മനാഫ വിളിക്കുന്നത്. എന്താ വേണ്ടതെന്നോ? നീ എന്താ ആളെ കളിയാക്ക? മാസത്തിൽ 40,000 രൂപ ശമ്പളമുള്ള 3 വിസ തരാമെന്ന് പറഞ്ഞ് മദ്രാസിൽ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് 75,000 രൂപ വാങ്ങി മുങ്ങിയ നിന്റെ ആ കഫീലില്ലേ, ആ തടിമാട ദജ്ജാൽ, അവന് കൊടുക്കടി തെണ്ടി ഫോൺ. നിനക്കറിയോ, നിങ്ങൾ എന്നെ വഞ്ചിച്ചത് കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ അഭിമാനമാണ്, മൈ യൂട്രസ്. നാട്ടുകാർക്കിടയിൽ ഇപ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്തവനും ചതിയനും വഞ്ചകനുമായി. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. എനിക്കിന്ന് രണ്ടാലൊന്ന് അറിയണം. വിസ റെഡിയാണെന്നോ? നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ലടി. നിന്റെ ബോസിൻ്റെ കൈ കൊടുക്കടി ഫോൺ. കണ്ടോ 4 ഡയലോഗ് കാഴ്ചയപ്പോൾ പൂഴ്ത്തി വെച്ച വിസ പൊങ്ങി. ഇനി അയാളെന്താ പറയാ? ഹലോ, ആ അഷേഖു അഹ്മദ് ബിൻ ജാഹിൽ മൗജൂദുൻ ഹുനാക്ക. അന അബ്ദു മനാഫ് ബിൻ ഉമർ ഹാജി ബിൻ കേരള. വഅലൈക്കും സലാം. കാന ഫഖറുൻ നായിമൻ തഹ്ത ഷജറത്തിൻ. നാം ഫസഖത്തൽ മുഅല്ലിമു അലൽ ഫഖരി. ലൈസ വഖാല അകുലൂക. ആ നാം വലാക്കിൻ ഇന്ദി കിർദും കസീറ. മാതാ? നാം ലഹിഖൽ ഖുറാബു വഅകൽതുൽ ഫീല. മതാ യുൻസബുൽ ഫീലുൽ മുളാരിയു? ലൈസ യുൻസബുൽ ഫീലുൽ മുളാരിയു ഫീ കുല്ലി ഹാലിൻ. അൽ ജുംലത്തുൽ മുഫീദത്തു ഖദ് തതറക്കബു മിൻ അക്സർ ഔ അയ്യി ഷൈഇൻ ആഖർ. അനഫി സുബ്ഹി തിൽമീദുൻ വബഅദ ളുഹ്രിൻ നജ്ജാറുൻ വഫീ ഖലമുൻ വഖിർതാസുൻ വൈസ്മീലും വമിൻഷാറുൻ. ഇന്ന അന്ന കാന ലാകിന്ന ലൈത ലഅല്ല കാന വ അഖ്വാതുഹ ഹുന്ന വ അഖ്വാതുഹ. നാം. ആ, വഅലൈക്കും സലാം. എന്തായി? വിസ റെഡിയായി. 2 ആഴ്ചക്കുള്ളിൽ വിസ നിങ്ങളുടെ കയ്യിലെത്തും. അല്ല, ബാക്കി കാശപ്പോഴാ? വിസ കയ്യിലെത്തട്ടെ. അപ്പോൾ പ്രോപ്പർട്ടി കൺസോണന്റ് സർട്ടിഫിക്കറ്റ് വേണ്ടേ? അതെന്തിനാ? നിങ്ങളുടെ വിസ ട്രാവൽസ് വഴിയല്ല വരുന്നത്. ഡൽഹിയിലുള്ള ഇന്ത്യ ഗേറ്റ് വഴി അറബി നേരിട്ട് അയക്കുക. അത് നിങ്ങളുടെ കയ്യിലെത്തണമെങ്കിൽ ലേബർ റൂമിൽ 10,000 രൂപ വീതം ഓരോരുത്തരും കെട്ടിവെക്കണം. അത് നിങ്ങളടച്ചാലും മതി. അഡ്രസ്സ് വേണ്ട, ഈ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. വേണ്ട എന്താ വെച്ചാൽ മനാഫേനെ ചെയ്താൽ മതി. കാശ് ഞങ്ങൾ മറ്റന്നാൾ എത്തിക്കാം. 2 ആഴ്ചത്തേക്ക് ഇനി ഇവരുടെ ശല്യമുണ്ടാവില്ല. അത് കഴിയുമ്പോഴേക്ക്. മനാഫ് എന്താ ആലോചിക്കുന്നത്? അതല്ല, 2 ആഴ്ച കഴിയുമ്പോഴേക്ക്. കഴിയുമ്പോൾ എന്താ? വിസ വരും. നിങ്ങൾക്കാണെങ്കിൽ അറബി ഒരു കുന്തോ അറിയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ 3 പേരും അറബി ട്യൂഷന് ചേർന്നോളണം. അല്ലെങ്കിൽ അബുദാബി ചെന്ന് ഇങ്ങനെ നിൽക്കേണ്ടി വരും. നാളെയാണ് ബാപ്പാനെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം. എനിക്ക് നാളെ എറണാകുളം വരെ ഒന്ന് പോകണം. ഞാനിനി എന്താ ചെയ്യേണ്ടത്? എല്ലാ മാസവും നീയല്ലേ ബാപ്പയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നത്?
എനിക്കിത്തരം കാര്യങ്ങളിൽ വലിയ പരിചയമില്ലെന്ന് നിനക്കറിയില്ലേ? എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. കടം വാങ്ങിയ ഇന്നലെ ഉമ്മക്ക് മരുന്ന് വാങ്ങിയത്. തൽക്കാലം നീ എവിടെന്നെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. 2-3 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലും കാശൊന്നുമില്ല. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഫിറോസിനോട് കുറച്ച് കാശ് തരാൻ പറ. അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ബാപ്പയും ഉമ്മയും നമ്മുടേത് മാത്രമല്ലല്ലോ, അവൻ്റേത് കൂടിയല്ലേ? അതെ, ബാപ്പയും ഉമ്മയും എൻ്റെ കൂടിയാണ്. പക്ഷേ എൻ്റെ മാത്രമല്ലല്ലോ, അവരുടെ കാര്യത്തിൽ എല്ലാ മക്കൾക്കും തുല്യ ബാധ്യതയുണ്ട്. അപ്പോൾ കാശിൻ്റെ കാര്യം? മാസാമാസം കാശ് ചോദിച്ചുകൊണ്ടുള്ള നിന്റെ ഈ വരവ് തന്നെ എനിക്കിഷ്ടമല്ല. പറമ്പിൽ നിന്നും കിട്ടുന്ന വരുമാനം മുഴുവൻ എടുക്കുന്നത് നീയാണല്ലോ. ഞാൻ ഇക്കാലം വരെ അതിൻ്റെ കണക്കൊന്നും ചോദിച്ചില്ല. അതിൻ്റെ പുറമെ നിന്റെ മാസാന്ത പിരിവ് വേറെയും. തൽക്കാലം കിട്ടുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. എന്നെപ്പോലെ തന്നെ നിനക്കും ജീവിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. നിൽക്ക്. എൻ്റെ ജ്യേഷ്ഠൻ ചെയ്ത പോലെ ഞാൻ ചെയ്യില്ല. കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നത് എൻ്റെ സ്വഭാവമാണ്. എന്നോട് ഇഷ്ടക്കേടൊന്നും തോന്നണ്ട. അത് വെച്ചോ. ഒന്നും കിട്ടിയില്ലല്ലേ? കിട്ടി. സാധാരണ കിട്ടുന്നതൊക്കെ ഇന്നും കിട്ടി. ഇന്ന് പുതിയൊരെണ്ണം കൂടുതലും കിട്ടി. പറമ്പിലെ വരുമാനം മുഴുവൻ എടുക്കുന്നത് ഞാനാണെന്ന്. അതിൻ്റെ കണക്കൊന്നും തന്നെ ഇതുവരെ ചോദിക്കാത്തത് വലിയ കാര്യമായി കണ്ടോളാൻ. ആരാ അത് പറഞ്ഞത്? ജലാലോ ഫിറോസോ? ഫിറോസ്. എന്നിട്ട് ഈ മറുപടി ഒന്നും പറഞ്ഞില്ലേ? വിവരമില്ലാത്തവരോടുള്ള ഏറ്റവും നല്ല മറുപടി ഒന്നും മിണ്ടാതിരിക്കല. ദാ 50 രൂപ വന്നിട്ടുണ്ട്. ഉമ്മ കരയാണോ? നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോ അമ്മ? ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കും. ജ്യേഷ്ഠന്മാർ കാശ് തന്നില്ല എന്ന് വെച്ച് ബാപ്പാനെ ഡോക്ടറെ കാണിക്കാതിരിക്കാൻ പറ്റുമോ? അതിനെന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടോളാം. ബാപ്പാക്ക് സുഖമില്ലാതായി പോയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഞങ്ങളെ രണ്ടാളെയും കൂലി മതി നമുക്ക് സുഖമായി കഴിയാൻ. നൂറായുസാ മുതലാളിക്ക്. ഞാൻ ദേ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ, ഒന്നല്ല പലവട്ടം. ഇരിക്കൂ. മുതലാളിയോ? ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു വിളി കേൾക്കുന്നത്. അതെ, ഇന്ത്യയിൽ ആദ്യമായി മുതലാളി എന്ന് താങ്കളെ വിളിച്ചത് ഞാനാണ്. അതിലെന്നാ കുഴപ്പം? മുതലുള്ളവൻ മുതലാളിയാ, അതില്ലാത്തവൻ അരപ്പാളി. പിന്നെ 3-4 ദരിദ്രവാസികളെ കൊണ്ട് മുതലാളി എന്ന് വിളിപ്പിച്ച് തുടങ്ങിക്കോണം. ആ ശരി ശരി, ഞാനല്പം തിരക്കില. എറണാകുളം വരെ ഒന്ന് പോണം. ആയിക്കോട്ടെ. എടാ സണ്ണിയേ, സണ്ണി, ഓ മുതലാളിയുടെ ആ ബാഗ് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. അപ്പോ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓ, ഇങ്ങോട്ട് എടുത്തോളൂ. ദാ.
ബിസിനസിൻ്റെ കാര്യത്തിൽ ഞാൻ സ്വന്തവും ബന്ധവും ഒന്നും നോക്കാറില്ല. എന്ന് വെച്ചാ ചോദിക്കുന്നതുകൊണ്ട് വിഷമൊന്നും തോന്നരുതെന്നർത്ഥം. മുതലാളിയുടെ വീടിൻ്റെ ആധാരം മാത്രമേ ഇതിലുള്ളൂ. ഇത് വെച്ച് 10-30 ലക്ഷം രൂപ എങ്ങനെ തരും? 10-65 ലക്ഷം രൂപ വില വരുന്ന പറമ്പും വീടുമടങ്ങിയ വസ്തുവിന്റെ ആധാരമാണത്. പോരാത്തതിന് ഒപ്പിട്ട മുദ്രപത്രവും ബ്ലാങ്ക് ചെക്കും വേറെയും. 30 ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഡോക്യുമെന്റ്സ് പോരെങ്കിൽ അതിങ്ങ് തന്നേക്ക്. ഇത് വെച്ചാൽ 40-50 ലക്ഷം രൂപ ആ ജനാർദ്ദനേട്ടൻ തരും. കാശ് തരാൻ ധൈര്യമില്ലെങ്കിൽ അതാ പറയേണ്ടത്, അല്ലാതെ എന്റെ സ്വത്തിന് വില കെട്ടരുത്. കർത്താവേ, ഈ പാപിയോട് ക്ഷമിച്ചേക്കണേ. എൻ്റെ പൊന്നു മുതലാളി, എൻ്റെ വായേന്ന് അറിയാതെ ഒരു സംശയം അങ്ങോട്ട് വീടുപോയി. ദേ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയും ചെയ്തു. ആ, ഇതാ 30 ലക്ഷം രൂപ. എണ്ണി നോക്കിക്കോളൂ. എണ്ണാനൊന്നും സമയമില്ല. കറിയാച്ചൻ എണ്ണിയതല്ലേ? ഓ, 30 ലക്ഷത്തിൽ ഒരു 30,000-ന്റെ കുറവുണ്ട്. ആദ്യത്തെ മാസത്തെ പലിശയാ. മാസാമാസം മുതലും പലിശയും തിരിച്ചടച്ചേക്കണേ. അതുകൊണ്ട് ജീവിച്ചു പോകുന്ന പാവങ്ങളാന്നേ. എടാ സണ്ണിയേ. ഓ, എടാ സണ്ണി, എന്നതാ? നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്നതാ അപ്പച്ച? എടാ, നീ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയ മുതലാളിയുടെ വീട് കണ്ടിട്ടുണ്ടോ? ഉണ്ടോന്നോ? എൻ്റെ ഈശോയെ, എന്നാ വീടാ? എന്നാലേ ഒരു 5 കൊല്ലം കൊണ്ട് നമ്മൾ താമസം അങ്ങോട്ട് മാറ്റാൻ പോവുക. മുതലാളി പലിശയും മുതലും തിരിച്ചടച്ചാലോ? ഇല്ലടാ ഉവേ, രൂപ 1-2 30 ലക്ഷമാ വെട്ടിയിലിട്ടുകൊണ്ട് പോയത്. അതും ബിസിനസിന് വേണ്ടി. വട്ടിപ്പലിശക്ക് രൂപ കടം വാങ്ങി ബിസിനസ് നടത്തി വിജയിച്ചവരാരെങ്കിലും ഉണ്ടോടാ? ആ, എനിക്കറിയില്ല. എന്നാൽ അറിഞ്ഞോ? ഇല്ല. പ്രത്യേകിച്ചും ഇവിടെ നിന്ന് ഇറങ്ങിയവനെ പോലുള്ള ദുരഭിമാനികൾ. മുതലാളി എന്ന് വിളി കേട്ടപ്പോ അവനങ്ങ് സുഖിച്ചുപോയി. അങ്ങനെ ആളുകളെ സൂചിപ്പിക്കുന്ന വർത്തമാനം പറയാൻ നിന്റെ അപ്പച്ചന് നല്ലവണ്ണം അറിയാം. ബിസിനസ് ചിരിയിൽ തുടങ്ങി വർത്തമാനത്തിലൂടെ വളരണം. നീ എന്നെ നാടാ വായും വിളിച്ചോണ്ട് നോക്കിക്കുന്നേ? നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? ആ, ഏതാണ്ടൊക്കെ മനസ്സിലായി. അതുപോരാ, മുഴുവൻ മനസ്സിലാക്കണം. സർവീസിൽ നിന്നും റിട്ടയർ ആയപ്പോൾ എൻ്റെ അപ്പച്ചന് ആകപ്പാടി കിട്ടിയത് 65,000 രൂപയാ. അതും വെച്ച് അന്ന് അപ്പച്ചൻ തുടങ്ങിയതാ തടിയനങ്ങാതെ കാശുണ്ടാക്കുന്ന ഈ ബിസിനസ്. കോളനികളിലും ചാളപ്പുരകളിലും അരി വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളായിരുന്നു അപ്പച്ചൻ്റെ ഇടപാടുകാർ. അവരൊക്കെ പണവും പലിശയും സഹിതം തിരിച്ചടക്കാൻ കഴിയാതെ വിഷം കുടിച്ചും കെട്ടിത്തൂങ്ങിയും ചത്തപ്പോ അപ്പച്ചൻ ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോയി. ഇന്ന് ഞാൻ എൻ്റെ ഈ ബിസിനസ് ഇടത്തരക്കാർക്കും സമ്പന്നർക്കും ഇടയിലേക്ക് ഇറക്കി. എന്തിനാണെന്നറിയോടാ? പണം പെട്ടെന്ന് ഇരട്ടിപ്പിക്കാൻ. ആഡംബരപ്രിയരും ദൂർത്തന്മാരും കച്ചവട കേന്ദ്രങ്ങൾ വെട്ടിപ്പിടിക്കാൻ ആർത്തി പൂണ്ടവരുടെയും നാടാണിത്. ഈ നാട്ടിൽ നിന്റെ അപ്പച്ചൻ ഈ കസേരയിൽ ഇരുന്നു കൊടുത്താൽ മതി, പണം എന്റെ കാൽ കീഴിൽ വരും. നമസ്കാരം. ഇന്നത്തെ ഇടപാട് എനിക്ക് ഇഷ്ടമായി. ഇതാ പിടിച്ചോ. ഇത് അഡ്വാൻസ്. 3 പേരും വീതിച്ചെടുത്തോ. അപ്പോൾ ബാക്കി മാസാമാസം പലിശ കിട്ടുമ്പോ. എന്നാ ഞങ്ങൾ വരട്ടെ.
മരുന്ന് അടിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. പണിക്കാരെ കൂടെ ഈ എന്നെ നിൽക്കണം. ഒക്കെ കള്ളന്മാരാ, ഒരുത്തനും മര്യാദയ്ക്ക് പണിയെടുക്കൂല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 100 വട്ടം ശരിയാണ്. എന്നാ അമ്മക്ക് മടങ്ങാം. ഇന്ന് പള്ളിക്കമ്മറ്റി ഉണ്ട്. ആചാരോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ. പറയുന്നത് കാളിയാരോടാണെങ്കിലും കൊള്ളുന്ന ഉമ്മറാജിന് നെഞ്ഞത്തയക്കും. പ്രസിഡന്റിന് മൂപ്പർക്ക് കൊള്ളണ്ട കോയ 100 വട്ടം കൊള്ളണം. വേണ്ട, ഒരു വട്ടം കൊണ്ടാ മതി. ആദ്യം എന്നെ താങ്ങാൻ മൂപ്പർക്ക് കയ്യരുത്. ഈ എന്താണ് കക്കാൻ വന്ന? അല്ല, മുതലാളിയെ കാണാൻ വീട്ടിൽ പോയിരുന്നു, അവിടെ കണ്ടില്ല. അവിടെ കാണൂല, കാരണം ഞാൻ ഇവിടെയാണ്. ഈ കാര്യം എന്താ വെച്ചാ പറ. എനിക്ക് തിരക്കുണ്ട്, ഇന്ന് പള്ളി കമ്മിറ്റി ക്ലാസ്സാ. 1,00,000 ഉറുപ്പ്യ എടുത്താലേ മകനൊരു വിസ തരാന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, അതെന്താ എന്നോട് പറയുന്നത്? ആ പണം കൊടുക്കാൻ പറമ്പ് വിൽക്കല്ലാതെ യാതൊരു മാർഗമല്ല. വീടിൻ്റെയും പറമ്പിൻ്റെയും ആധാരം മുതലാളിൻ്റെ കയ്യിലാണല്ലോ. അതൊന്ന് തിരിച്ചു തരണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഓൻ പറഞ്ഞത് ശരിയാണോ കോയ? ഓൻ്റെ ആധാരം നമ്മളെ കയ്യിലുണ്ടോ? 100 വട്ടം കയ്യിലുണ്ട്. 3-4 കൊല്ലം മുമ്പ് മകളെ കല്യാണത്തിന് വേണ്ടി ആധാരം വെച്ചിട്ടുണ്ട് എന്നുള്ളത് മുതലാളിക്ക് അറിയില്ലേ? എന്നിട്ട് ഇടപാടൊക്കെ തീർത്തോയി? പലിശ കുറെ തിരിച്ചടച്ചിട്ടുണ്ട്. പലിശയല്ല, നഷ്ടപരിഹാരം. ആയിക്കോട്ടെ മുതലാളി, ബാക്കി സംഖ്യ മുഴുവൻ പറമ്പ് വിറ്റിട്ട് അടച്ചു തീർത്തോളാം. എൻ്റെ ഭർത്താനത്തിനൊന്നും ആധാരം തരാൻ കഴിയൂല. നിങ്ങളൊക്കെ കാര്യം നേടാൻ പല അടവും പ്രയോഗിക്കും. അങ്ങനെ പറയരുത് മുതലാളി. കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ. മകന്റെ ഗൾഫ് പോക്ക് മുടങ്ങിയ എല്ലാം തകരും മുതലാളി. ഇത്തരം കാര്യങ്ങൾ ഉന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. ഇടപാടുകളൊക്കെ മകൻ്റെ കൈക്കാണ് നടക്കുന്നത്. ഈ ഓരോന്ന് ചോദിച്ചു നോക്ക്. ആധാരം നന്നായി വാങ്ങിക്കോ. എനിക്ക് വർത്താനം പറയാൻ സമയമില്ല, പള്ളി കമ്മിറ്റി ഉണ്ട്. മോയനാൾക്ക് ദീർഘായുസ. ഈ ആരാ, അസ്രായേലോ? അതല്ല, മോയലാളി എപ്പണ്ട് വിചാരിച്ചിട്ടുള്ളൂ. എന്തിന്? മോയലാളി പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഈ മഹലിൽ എന്ത് സുഖേനി മോയലാളി. ഇപ്പോഴത്തെ പുതിയ പ്രസിഡൻറ്റും കാലിമ്പാടെ ഈ മഹലിൽ കൊള്ളാക്കും. ആ ഉമ്മറാജിനെ പ്രസിഡൻ്റാക്കാൻ പറ്റൂല. അടുത്ത ജനറൽ ബോഡി വരട്ടെ, മോയലാളിയായിരിക്കും ഈ മഹലിൻ്റെ പുതിയ പ്രസിഡന്റ്. ബീഡി വാങ്ങാം. ഞാൻ വരട്ടെ മോലാളി. ഇടയ്ക്കൊക്കെ കാണണം. $5 ചെവി തിരികെ മഹലിൻ്റെ പ്രസിഡന്റ് ആകാൻ നടക്കുക. വേറെ പണിയൊന്നുമില്ല മനുഷ്യങ്ങൾക്ക്. അതിനൊക്കെ 100 വട്ടം ശരിയിടാനൊരു കോയി. എന്താണ് ഇക്ക ഇന്നൊരു മൗനം? ഞാൻ നിന്റെ കാര്യം ആലോചിക്കായിരുന്നു. നിനക്ക് ഉള്ളു തുറന്നൊന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാൻ എന്നാണ് എനിക്ക് കഴിയുക. എല്ലാവരെയും ഓർത്ത് സങ്കടപ്പെടാനല്ലാതെ ഒന്നിനും കഴിയാത്തൊരവസ്ഥ. ഇവളെ ഏതെങ്കിലും ഒരുത്തൻ്റെ പെടലിക്ക് വെച്ച് കെട്ടിയാൽ തന്നെ വലിയൊരു ഭാരം ഒഴിഞ്ഞു കിട്ടും. കിട്ടും കിട്ടും. ഇപ്പോഴത്തെ കാലത്ത് കല്യാണം നടത്താനല്ല പാട്, അതിനുശേഷമുള്ള ഒരു കൂട്ടം മാമൂലുകളാ. അത് ചെയ്യാനാ പാട്. ഇത് പോയി കഴുകിക്കൊണ്ട് വാടി. പാവ അവള്. ഇക്കാനെ പോലെ തന്നെ ആരോടും വെറുപ്പില്ല, അസൂയയില്ല, കുറ്റവും പറയില്ല, ഒരു സങ്കടവും പുറത്ത് കാണിക്കില്ല. കൂടെ പഠിച്ചവർക്കൊക്കെ 2-3 കുട്ടികളായി. വയസ്സ് 22 ആയില്ലേ. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊന്നും ഒരു ദുഃഖവും ഇല്ല.
പടച്ചോൻ സഹായിച്ചാലേ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ തീരുള്ളൂ. അല്ലാതെ ഒരുത്തനും അതിന് കഴിയൂല. ഹബീബേ, എന്താ ഉപ്പ? ഈ ആയ്മൂന് ആധാരം തിരിച്ചു കൊടുത്തോ? എന്നോട് വാങ്ങിക്കോളാൻ ഉപ്പ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ അയാൾ പറഞ്ഞത്. എടാ കൈതേ, ഞാനത് പറയോ? എനക്ക് തലച്ചോറില്ലേ? ഇനി അമ്മ കിട്ടാനുള്ള കായ് ഓൻ തരുന്ന എന്താ ഉറപ്പ്? ഇതുപോലെ ഓരോരുത്തർ വന്ന് ഓരോന്നും ചോദിക്കുമ്പോ എടുത്തു കൊടുത്ത നമ്മളെ കഞ്ഞുടി വിട്ടു. അതുകൊണ്ട് ഇന്ന് മുതൽ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. അന്നപ്പം എനിക്ക് പറ്റൂല. എവിടെ ഉത്തരവാദിത്തങ്ങളും ആധാരങ്ങളും? എടുക്ക്, കണക്ക് ഞാനൊന്ന് പരിശോധിക്കട്ടെ. മാളികപ്പുരയിലെ രായ് മുതലാളിയുടെ മകൻ ഒരാധാരം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഇപ്പൊ പറഞ്ഞ് മനസ്സിലായില്ല. പറയാം. അയമ്മൂക്കാക്കക്ക് പറമ്പ് വിൽക്കാനാണല്ലോ ആധാരം. പക്ഷെ ആ പറമ്പ് എടുക്കുന്നതാരാ? നമ്മൾ. അതും ഇപ്പോഴുള്ള മാർക്കറ്റ് വിലയേക്കാൾ പകുതി വിലക്ക്. വേറെ ആരെങ്കിലും നല്ല വില കൊടുത്തെടുത്താലോ? ഒരുപാട് പേരുടെ ഭൂമി ചുളുവിലക്ക് കൈവശപ്പെടുത്തിയ എൻ്റെ ഉപ്പയുടെ സംശയമാണോ ഇത്? ശരി, അയമൂന്റെ പറമ്പ് നമ്മൾ പകുതി വിലക്ക് എടുക്കണ്. എന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആധാരം നമ്മൾ കയ്യിലാക്കുന്നു. രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് കിട്ടാനുണ്ടായിരുന്ന കാശ് കഴിച്ച് ബാക്കി നൽകും. അതോടുകൂടി നമുക്ക് കിട്ടാനുണ്ടായിരുന്ന കാശിന് പുറമെ നല്ലൊരു പറമ്പും കയ്യിലാവും. ഇതിൽ കൂടുതൽ നഷ്ടപരിഹാരം വേണോ? ആ, ഇതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഉപ്പാക്ക് എന്നെ വിശ്വാസമില്ലാതായിപ്പോയി. അതുകൊണ്ട് എല്ലാ റെക്കോർഡ്സും ഞാൻ തിരിച്ചേൽപ്പിക്കാം. വേണ്ട, ബിസിനസ് ചെയ്യാൻ അന്നേക്കാൾ മുന്തിയ ഒരാള് നാട്ടിൽ വേറില്ല. ശരിയല്ലേ കോയ ഞാൻ പറഞ്ഞത്? 100 വട്ടം ശരിയാണ്. ആ, ഹലോ, ഇന്നലെ ഹോട്ടലിൽ വെച്ച് നീ എന്നെക്കുറിച്ച് ചില അപവാദങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. അത് വേണ്ടിയിരുന്നില്ല. കാരണം നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും കാര്യത്തിൽ ഞാൻ ഇടപെടാത്ത പോലെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യത്തിൽ നീയും ഇടപെടാതിരിക്കുന്നതല്ലേ ബുദ്ധി. നിങ്ങൾക്കൊക്കെ ദാ ഇങ്ങനെ ചിരിക്കുന്നൊരു ഹബീബിനെ പരിചയമുള്ളൂ. ചിരിയും കളിയുമില്ലാത്ത ഒരു ഹബീബിനെ ചങ്ങലയിട്ട് പൂട്ടി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിൽ. ആ ചങ്ങല പൊട്ടിക്കല്ലേ. നിൽക്കും. ഹോട്ടലിൽ വെച്ച് നിങ്ങൾക്കിഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞുപോയി. അത് ഞാൻ മാപ്പി ചോദിക്കുന്നു. പക്ഷേ അത് പറയാനുണ്ടായ സാഹചര്യം കൂടി ഒന്ന് കേൾക്കണം. ആശുപത്രികളിൽ സഹായിക്കാൻ ആളുകളില്ലാത്ത രോഗികളെ പരിചരിച്ചിരുന്ന, ചോർന്നൊലിക്കുന്ന വീടുകൾ റിപ്പയർ ചെയ്യാനും പുതുക്കി പണിയാനും സഹായിച്ചിരുന്ന, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയിരുന്ന, കല്യാണ വീടുകളിലും മരണ വീടുകളിലുമെല്ലാം നിറഞ്ഞു നിന്നിരുന്ന പാവങ്ങളുടെ സ്വന്തക്കാരനായ ഒരാളുണ്ടായിരുന്നു ഈ നാട്ടിൽ. ഒരുപക്ഷെ നിങ്ങളറിയും, രായിൻ മുതലാളിയുടെ മകൻ, നിങ്ങളുടെ ജ്യേഷ്ഠൻ. പലിശക്കാരനായ നിങ്ങളുടെ പിതാവിൻ്റെ തോന്നിവാസങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയാതെ 3 വർഷം മുമ്പ് നാട് വിട്ടുപോയ നിങ്ങളുടെ സ്വന്തം ജ്യേഷ്ഠൻ. ആ നല്ല മനുഷ്യനെക്കുറിച്ച് ഓർത്തുപോയി. ആ ചർച്ചയിൽ ബാപ്പയുടെ പാരമ്പര്യം അതിനേക്കാൾ നന്നായി നിലനിർത്തുന്ന മകനെക്കുറിച്ച്, അതായത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു പോയി. അതിന് ഞാൻ വീണ്ടും മാപ്പി ചോദിക്കുന്നു. പോരെങ്കിൽ എന്നെ ശിക്ഷിക്കാം.
കയ്യിൽ പൈസ അല്ലാണ്ടായിപ്പോയി. അല്ലെങ്കിൽ എവിടെയാച്ചാ കൊണ്ടുപോയി ചികിത്സിക്കായിരുന്നു. പണക്കാര് മക്കളുള്ളതുകൊണ്ട് പുറത്തുനിന്ന് ആരും സഹായിക്കൂല, ചോദിക്കാനും വെച്ച. എന്താ ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല, വെറുതെ ഓരോന്ന് പറഞ്ഞിരിക്കായിരുന്നു. എന്നും ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണണമെന്ന ആഗ്രഹം. ഒരു ഒഴിവ് കിട്ടണ്ടേ? എറണാകുളത്ത് ബിസിനസ് തുടങ്ങിയതിന് ശേഷം നിന്ന് തിരിയാൻ സമയമില്ല. അല്ല, രണ്ടാളും മരുന്നൊക്കെ കൃത്യമായി കുടിക്കുന്നില്ലേ? മരുന്നും ഗുളികയൊക്കെ ഉള്ളപ്പോൾ കൃത്യമായിട്ട് കുടിക്കും. അതെന്താ അങ്ങനെ? കാശുണ്ടെങ്കിൽ മരുന്ന് വാങ്ങും, ഇല്ലെങ്കിൽ വേണ്ടാക്കും. തൽക്കാലം ഇത് വെച്ചോ. ഇപ്പൊ സാമ്പത്തികമായി അല്പം മോശമാണ്. എറണാകുളത്തെ ബിസിനസ് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. കാശിന് അത്യാവശ്യം വന്ന തൽക്കാലം എവിടുന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ പോട്ടെ, രാത്രി വണ്ടിക്ക് മദ്രാസിൽ പോകണം. എറണാകുളത്ത് ബിസിനസ് തുടങ്ങാൻ കറിയാച്ചൻ്റെ കയ്യിൽ നിന്ന് പണം പലിശക്ക് വാങ്ങിയെന്ന് കേട്ടു. ആ, പലിശയില്ലാതെ ഇക്കാലത്ത് ആരെങ്കിലും പണം കടം തരുമോ? സുഖമായി ജീവിക്കാനുള്ള വക നിനക്കില്ലേ മോനെ? ആ, അതൊന്നും ബാപ്പാക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പണമുള്ളവനെ പണം ഉണ്ടാക്കാൻ കഴിയും. അവന് മാത്രമേ സമൂഹത്തിൽ നിലയും വിലയുമുള്ളൂ. സമൂഹത്തിൽ നിലയും വിലയും മാത്രം പോരല്ലോ, പടച്ചോന്റെ കോടതിയിലും കണക്ക് ബോധിപ്പിക്കണ്ടേ? ഹറാമിൻ്റെ മാർഗത്തിലൂടെ വേണോ പണം സമ്പാദിക്കാൻ? നാളെ മാശറയിൽ ഓരോ ഉറുപ്പേൻ്റെയും കണക്ക് ബോധിപ്പിക്കാതെ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയൂല. അനക്കും അറിയില്ലേ അതൊക്കെ? പലിശ വാങ്ങിയും കൊടുക്കുകയും ചെയ്യാത്ത ആരാ ഉള്ളത്? എല്ലാവരും അതിൻ്റെ ആൾക്കാരാ. ഞാൻ ഇറങ്ങുന്നു. ആമിനോ, എൻ്റെ പരിപാടിയാ നല്ലത്. ഒന്നും മിണ്ടാണ്ടിരിക്കുക. താങ്ങി പിടിച്ച് കൊണ്ടുപോകാൻ തന്നെ 3 ആൾ വേണം. ബാപ്പാക്കാണെങ്കിൽ പഴയ പോലെ ശരീരം അനക്കാനൊന്നും കഴിയുന്നില്ല. ഇവിടുത്തെ കക്കൂസിൻ്റെയും കുളിമുറിയുടെയൊക്കെ വലിപ്പം ഇക്കാക്കറിയാലോ. ഇക്കാൻ്റെ വീട്ടിൽ ഓരോ റൂമിലും കക്കൂസും കുളിമുറിയൊക്കെ ഉണ്ടല്ലോ. റൂമുകൾ കുറേ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിചയവുമില്ല. പിന്നെ മക്കളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരാ. ഒരുപാട് പഠിക്കാനുണ്ടാകും. ഉമ്മ അവിടെ ആവുമ്പോൾ വിസിറ്റേഴ്സിൻ്റെ വരവും പോക്കും മക്കളുടെ പഠനത്തെ ബാധിക്കും. ഇനി അതൊക്കെ പോട്ടെ എന്ന് വെച്ചാൽ തന്നെ കുളിമുറി അടക്കം മാർബിളാ. കാലൊന്ന് സ്ലിപ്പായാൽ ഉമ്മയെ താങ്ങുന്നവൻ്റെ നട്ടലൊടിയും. വീട്ടിൽ 2-3 ആളുകളുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. സജനയെ നമുക്ക് അവിടെ നിർത്താം. പിന്നെ ദിവസവും രാവിലെയും വൈകിട്ടും ഞാനും വരാം. ബാപ്പയും അവിടെ നിൽക്കട്ടെ. ഉമ്മയ്ക്കും ബാപ്പാക്കും തറവാട്ടിൽ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിനക്ക് അവരെ നോക്കി മടുത്തോ? എൻ്റെ പ്രയാസം കൂടി ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. ബാപ്പ പണിക്ക് വരുന്ന കാലത്ത് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ. എനിക്ക് ആഴ്ചയിൽ 2-3 ദിവസമേ ജോലിക്ക് പോകാൻ കഴിയുന്നുള്ളൂ. പലപ്പോഴും അഡ്വാൻസ് വാങ്ങിയിട്ടാണ് മരുന്നും ഗുളികയൊക്കെ വാങ്ങുന്നത്. നീയും ഫിറോസും അല്ല ഇതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടത്. ബാപ്പാക്ക് സുഖമില്ലാതെ ആയിട്ട് ഒരിക്കൽ മാത്രമാണ് ഫിറോസ് ഇങ്ങോട്ടൊന്ന് വന്നത്. നിങ്ങൾ രണ്ടാളും വിചാരിച്ച നമ്മുടെ ബാപ്പയും ഉമ്മയും ഇങ്ങനെ ചികിത്സ കിട്ടാതെ കഷ്ടപ്പെടണോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാനാണെങ്കിൽ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണിപ്പോൾ. തൽക്കാലം നീ എവിടുന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്ത്. നമുക്ക് പിന്നെന്തെങ്കിലും ചെയ്യാം. ആ, പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഫിറോസിനോടും കൂടി ഞാനൊന്ന് പറയണം. ബാപ്പയും ഉമ്മയും അവൻ്റെതും കൂടിയല്ലേ. പൊട്ടിത്തകർന്നു മോഹങ്ങളൊക്കെയും
ജീവിതമാർഗം ഇനി എന്നാണിതിൽ നിന്ന് മോചനം എന്താണ് ജീവിതമാർഗം എല്ലാം ഒരേയൊരു ലോകൈകനാഥനിൽ അർപ്പിക്കയായി അവനാണഭയം എന്നാണിതിൽ നിന്ന് മോചനം എന്താണ് ജീവിതമാർഗം ഇനി എന്നാണിതിൽ നിന്ന് മോചനം എന്താണ് ജീവിതമാർഗം സ്വന്തം സുഖത്തിനായി അന്യരെ ദ്രോഹിച്ച് സമ്പാദ്യം കൂട്ടുന്നതെത്രയോ പേർ സ്വത്തും പ്രതാപവും ഏറെയുണ്ടാകിലും പാവങ്ങൾക്കായൊന്നും ചെയ്യാത്തവർ ഭൂമിയിൽ ജീവിതം നശ്വരമെന്നോർക്കാതെ സമ്പത്ത് ധൂർത്തടിച്ചിടുന്നവർ ഭൂമിയിൽ ജീവിതം നശ്വരമെന്നോർക്കാതെ സമ്പത്ത് ധൂർത്തടിച്ചിടുന്നവർ ശാശ്വതമാണെന്ന മൂഢസങ്കൽപ്പത്തിൽ ദൈവത്തെ പോലും മറന്നിടുന്നു എന്നാണിതിൽ നിന്ന് മോചനം എന്താണ് ജീവിതമാർഗം ഇനി എന്നാണിതിൽ നിന്ന് മോചനം എന്താണ് ജീവിതമാർഗം സ്നേഹവും സൗഹൃദം പൂവിട്ടു നിന്നൊര പോയ കാലം ഇന്നോർത്തിടുന്നു സമ്പത്ത് വന്നു അഹങ്കാരമേറി പഴയതെല്ലാം പാടെ മറന്നിടുന്നു ദാനമായ അല്ലാഹു നൽകിയതാകിലും ബാധ്യത ചെയ്യുവാൻ മടിച്ചിടുന്നു ദാനമായ അല്ലാഹു നൽകിയതാകിലും ബാധ്യത ചെയ്യുവാൻ മടിച്ചിടുന്നു സ്വന്തം സഹോദര്യ ബന്ധങ്ങളെ പോലും അവഗണിച്ചഗണ്യമായി തള്ളിടുന്നു എന്നാണിതിൽ നിന്ന് മോചനം എന്താണ് ജീവിതമാർഗം ഇനി എന്നാണിതിൽ നിന്ന് മോചനം എന്താണ് ജീവിതമാർഗം എല്ലാം ഒരേയൊരു ലോകൈകനാഥനിൽ അർപ്പിക്കയായി അവനാണഭയം എന്നാണിതിൽ നിന്ന് മോചനം എന്താണ് ജീവിതമാർഗം
കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി നടക്കുമ്പോൾ തലേ കയറി കളിക്കച്ചപ്പോൾ എന്താ ചെയ്യുക? പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അനിയൻ്റെ തട്ടിപ്പ് മഹാത്മ്യം ആളുകൾ പാടി പുകഴ്ത്തുക. യോജിക്കുന്നൊരു പേരും നാട്ടുകാർ അവാർഡായി കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറയുന്നില്ല അവിടെ. അതെനിക്കറിയാം. എനിക്കും. ഞാൻ പറയട്ടെ? മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കടി. നിന്റെ കാര്യത്തിൽ രണ്ടാലൊന്ന് ഇന്ന് തീരുമാനിക്കണം. ഒന്നുകിൽ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ എന്നേക്കുമായി വീട്ടിൽ നിന്ന് പുറത്തു പോവുക. ഏതാണ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടുന്ന് തീരുമാനിക്കണം. എന്തടാ ഇക്ക പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? മറുപടി പറയടാ. നിനക്ക് ഈ വീട്ടിൽ കഴിയണോ അതോ പുറത്തു പോകണോ? ഇത് പുതിയ അടവാണിക്ക. എന്ത് ചോദിച്ചാലും മിണ്ടാതിരിക്കുക. ഉപ്പയ്ക്ക് എന്താ അവനോടൊന്ന് ചോദിച്ചാൽ? പറയാനുള്ളതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ. ഇനി നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. കണ്ടോ, നിന്റെ കാര്യത്തിലുള്ള നിരാശയാണ് ആ വാക്കുകളിൽ. ആ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നെന്ന് നിനക്കറിയാമോ? ഞങ്ങളുടെ കാര്യം പോട്ടെ, നീ കാരണം എത്ര പേരുടെ മുമ്പിലാണ് ഉപ്പയ്ക്ക് തലവണിക്കേണ്ടി വന്നിട്ടുള്ളത്? ഏത് സമയത്തും നാട്ടുകാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിരുന്ന ഉപ്പയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നില്ല, നിന്റെ സൽപ്പേര് കാരണം. എന്തിനാണിക്ക ഇവനോടല്ല ഈ കാര്യങ്ങൾ പറയുന്നത്? ഇവനോടൊന്നും ഇനി പറച്ചിലല്ല വേണ്ടത്, ആ മുറിയിലിട്ട് കൂട്ടി ചവിട്ടുക വേണ്ട. അവനെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ കുറേ നേരമല്ല വളവളാന്ന് വിളമ്പുന്നത്. ഉപ്പയുടെയും വല്ലിക്കയുടെയും മുമ്പിൽ വെച്ച് ഞാൻ മിണ്ടാതിരുന്നത് അവരോടുള്ള ബഹുമാനം കൊണ്ടാ. നീയും ഞാനും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. എൻ്റെ ജ്യേഷ്ഠനായി വന്ന് എന്നെ ഭരിക്കാനുള്ള പൂതി തൽക്കാലം വെള്ളം ഒഴിച്ച് അങ്ങ് കെടുത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നീ എന്തു ചെയ്യും? അല്ലെങ്കിൽ നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്താക്കും. എന്താണാവോ പുറത്ത് പറയാൻ പറ്റാത്ത എൻ്റെ പഴയ കഥകൾ? കോളേജിൽ പഠിക്കുമ്പോൾ ഉമ്മുകുൽസുവിന് ലവ് ലെറ്റർ കൊടുത്തു. ടൂറിന് പോയ ദിവസം കള്ളു കുടിച്ച് അടിയുണ്ടാക്കി. സിനിമക്ക് പോയപ്പം തിയേറ്ററിൽ വെച്ച് മുമ്പിലിരിക്കുന്ന സ്ത്രീയെ തോണ്ടിയതും നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയതും. തീർന്ന? തൽക്കാലം ഇത്ര മതിയാവും. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കള്ള കഥകൾ ആര് വിശ്വസിക്കും? അതും നീ പറഞ്ഞാൽ. ഇല്ലാത്ത കഥകളും കാര്യങ്ങളും പറഞ്ഞ് മറ്റുള്ളവരുടെ കാശ് എൻ്റെ പോക്കറ്റിലാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഈ കഥയും പ്രചരിപ്പിക്കാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല മോനെ ദിനേശ. വേണ്ടി വന്ന ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് കാണിക്കാം. കാണണോ? ആ കാണണം. ഉമ്മ വേണ്ട, ആ കണക്ക് നമുക്ക് പിന്നെ തീർക്കാം. അല്ല കോയ, സൈനുദ്ദീനല്ലേ അന്ന് നിൽക്കണത്? 100 വട്ടം ഓൻ തന്നെ. കഴിഞ്ഞ കൊല്ലോ ഓനക്ക് ഞാൻ സക്കാത്ത് കൊടുത്തില്ലേ? ഓനക്കല്ലേ ഏറ്റവും വലിയ സംഖ്യ സക്കാത്തോർത്ത് 25 ഉറുപ്യ. എന്നിട്ടെന്താ കുതിരക്ക് കണ്ടിട്ടൊരു മൈൻഡില്ലാത്തത്? ഓനിപ്പോ ഉമ്മറാജിൻ്റെ ആളാ. ആഹാ, ഓനാണ്ട് വിളിച്ച. എടാ സൈനുദ്ദീനെ, ഇവിടെ വാടാ. എന്നാടോ കണക്ക് ഇത്ര അഹങ്കാരം കൂടിയത്? മുതലാളി എന്താ അങ്ങനെ പറഞ്ഞത്? പിന്നെ ഞാൻ എങ്ങനെയാണോ പറയേണ്ടത്? ഞാൻ ഇവിടെ വന്ന് ഈ കണ്ടില്ലേ? സത്യമായിട്ടും ഞാൻ ശ്രദ്ധിച്ചില്ല മുതലാളി, പത്രം വായിക്കായിരുന്നു. അതേടോ, ഈ ശ്രദ്ധിക്കൂല. അനക്ക് കൂറിപ്പോൾ ഉമ്രാജിനോടാണല്ലോ. അടുത്ത കൊല്ലത്തെ റമളാൻ 25-ന് എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. സക്കാത്ത് വേണമല്ലോ, സക്കാത്ത്.
പാവങ്ങളെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കണ്ടല്ലോ. കൊല്ലത്തിൽ 10-20 ഉറുപ്പ്യ സക്കാത്ത് കിട്ടിയാലൊന്നും പാവങ്ങളെ പ്രശ്നം തീരൂല മുതലാളി. ഇനിയിപ്പോൾ ഒരു 100 കൊല്ലം കഴിഞ്ഞാലും തീരൂല. ഇതാ അത് കണ്ടോ, അതിപ്പോൾ എൻ്റെ സ്വന്തം വണ്ടിയാണ്. മഹലിലെ സക്കാത്ത് കമ്മിറ്റി വാങ്ങിത്തന്നത്. ഒരു ദിവസം ചിലവ് വെച്ച് 100-150 ഒക്കെ ബാക്കി കിട്ടും. എൻ്റെ കുടുംബത്തിന് കഴിയാൻ അത് തന്നെ ധാരാളം മതി. ഇനി എനിക്ക് സക്കാത്ത് വേണ്ട. പടച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ 4-5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ സക്കാത്ത് ഞാൻ അങ്ങോട്ട് തരും. പോലെ ഈയൊക്കെ ഒരു ഒലത്തു ഒരു സക്കാത്ത് കമ്മിറ്റി. എന്നാടാ ഈ സക്കാത്ത് കമ്മിറ്റി ഉണ്ടായത്? നമ്മളെ വാപ്പാപ്പാന്റെ കാലം മുതൽ സക്കാത്ത് ഒറ്റയ്ക്കാ കൊടുത്തത്. ഇപ്പൊ മഹലിന് പുതിയ പ്രസിഡന്റ് വന്നപ്പോ സക്കാത്തൊക്കെ കമ്മിറ്റിയാക്കി. ദാ പിന്നൊക്കെയല്ലേ സക്കാത്ത് കമ്മിറ്റി. ബാപ്പന്മാരുടെ കാലം മുതൽ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്ര പാവങ്ങൾ രക്ഷപ്പെട്ടു മുതലാളി. ഈ വർഷം സക്കാത്ത് കമ്മിറ്റി സൈനുദ്ദീൻ ഓട്ടോ വാങ്ങിക്കൊടുത്തു. 4 കുടുംബങ്ങൾക്ക് പശുക്കൾ, 5 കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ നൽകി, 3 വീടുകൾ റിപ്പയർ ചെയ്തു. പാവപ്പെട്ട 11 കുട്ടികളുടെ വിദ്യാഭ്യാസം കമ്മിറ്റി ഏറ്റെടുത്തു. 28 വീടുകളിൽ സാമ്പത്തിക സഹായം നൽകി. 5 കൊല്ലം കൊണ്ട് ഈ മഹലിൽ ഒറ്റ പാവപ്പെട്ടവനും ഉണ്ടാവില്ല മുതലാളി. അതാണ് സംഘടിത സക്കാത്തിൻ്റെ നേട്ടം. പിന്നെ സക്കാത്ത് കിട്ടിയവന് പ്രമാണിമാരെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കുകയും വേണ്ട. അത് മറ്റൊരു നേട്ടം. മഹല്ലുകൾ തോറും ഈ രൂപത്തിൽ സക്കാത്ത് കമ്മിറ്റികൾ സജീവമാകുമ്പോൾ നാട്ടിലെ 2-3 മുതലാളിമാർ മാത്രം 10-15 രൂപ 27-ാം രാവിന് ചക്കാത്ത് കൊടുത്താൽ നാട്ടിലെ ദാരിദ്ര്യം തീരില്ല മുതലാളി. അല്ലെങ്കിൽ തന്നെ കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കുന്ന മുതലാളിമാർ എത്ര പേരുണ്ട്? കൊടുക്കാതിരിക്കാനുള്ള ഫത്വ നോക്കി ഓടുകയല്ലേ നാട് മുഴുവൻ. വർഷാവർഷം ഹജ്ജിന് പോകുന്ന പ്രമാണിമാർ സക്കാത്ത് കൊടുക്കൂല. നമസ്കാരത്തിന് മുന്നിലെ സൊഫിൽ. അതിന് ചെലവില്ലല്ലോ. സമ്പത്തുള്ളവൻ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവൻ കാഫിറാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഖുർആനും ഹദീസും പറയുന്ന കാര്യമാണ്. അവൻ നമസ്കരിച്ചതുകൊണ്ടോ നോമ്പനുഷ്ഠിച്ചതുകൊണ്ടോ ഹജ്ജ് ചെയ്തതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല മുതലാളി. പിന്നെ സമ്പത്തുള്ളതുകൊണ്ട് മാത്രം കാര്യമായില്ല, സമ്പാദിക്കാൻ സ്വീകരിച്ച മാർഗവും ശരിയായിരിക്കണം. വരട്ടെ മുതലാളി. മുതലാളി അദ്ദുള്ള കുട്ടി വരുന്നുണ്ട്. ആ ഞാൻ എന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്താ മുതലാളി? ഇന്നലെ ഇമാമ് പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചത് ഈയും കേട്ടതല്ലേ? ആ ഞാനും കേട്ടിരുന്നു. എന്നിട്ട് എന്താ എനക്ക് മനസ്സിലായത്? എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. എന്നാ എനിക്ക് മനസ്സിലായി. അതായത് എന്നെ മഹല്ല് കമ്മിറ്റിയൊന്നും കൂടി പുറത്താക്കണമെന്ന്. അങ്ങനെ എപ്പോഴാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് ബുദ്ധിയുള്ളവന് മനസ്സിലാവുന്ന ഭാഷയിലാ പറഞ്ഞത്. നേർക്കുനേരെ പറഞ്ഞല്ല എന്നർത്ഥം. എന്നെ വിളിപ്പിച്ചത് എന്തിനാ മുതലാളി? എൻ്റെ കുടുംബത്തിന് ഒരുപാട് ഉപകാരം ചെയ്ത ആളാണ് ഞാൻ. എന്താ ശരിയല്ലേ കോയ? 100 വട്ടം ശരിയാണ്. ഈ ഞാൻ പറയും പോലെ ചെയ്താൽ എൻ്റെ മോളെ കല്യാണം കൂടി ഞാൻ നടത്തരും. മുതലാളി പറയ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ നമ്മളെ മൂലയിലെ ജബ്ബാറിന്, തോട്ടത്തിലെ മുസ്തഫാനി, പിന്നെ എനിക്ക് കിട്ടുന്ന 5-8 ആളെയും കൂട്ടി ഇന്ന് വൈകുന്നേരം അങ്ങാടി കൂടണം. നമ്മളെ ഇമാമ് വൈകുന്നേരത്തെ നടത്തവും കഴിഞ്ഞ് 5-5:30 മണിയാകുമ്പം പള്ളിയിലേക്ക് മടങ്ങും. ആ സമയത്ത് മൂപ്പൻ അങ്ങാടി തടഞ്ഞു നിർത്തി കുറെ ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വലിയ ഒച്ചയിലയക്കണം ചോദിക്കണത്. മൂപ്പരെ മറുപടിയൊക്കെ നിൽക്കരുത്. നിങ്ങൾ പറഞ്ഞ എന്താണെന്നും തിരിയരുത്. ചുരുക്കി പറഞ്ഞാൽ മൂപ്പര് ഈ മഹലിൽ നിന്ന് രാജിവെച്ച് പോണം. എന്താ അനക്ക് പറ്റുമോ? ആ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്നെ കൊണ്ടേ അതിന് കൈയുള്ളൂ. ആയിക്കോട്ടെ,
ഈ കാര്യം ഞാൻ ഏറ്റു. എന്നാ പണി തുടങ്ങിക്കോ. മുതലാളി, എന്റെ മോളെ കല്യാണക്കാര്യം ഞാൻ നടത്തി തരൂ. എന്താ കോയ? 100 വട്ടം നടത്തി തരും. വേണ്ട, ഒരു വട്ടം മതി. കല്യാണല്ലേ? വലിയ ഒച്ചപ്പാടുണ്ടാക്കിയാൽ സത്യത്തെ തോപ്പിക്കാൻ കഴിയൂല. നിങ്ങളൊക്കെ ഈ നാട്ടിലെ വലിയ ഒച്ചപ്പാടിൻ്റെ ആൾക്കാരാണല്ലോ. എന്നിട്ട് എന്ത് നേടി? അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇമാമിനെ ചോദ്യം ചെയ്തത്? മഹല്ല് ഭരണത്തുനിന്ന് കള്ളുകുടിയന്മാരെയും പലിശക്കാരെയും ഒഴിവാക്കി നിർത്തണമെന്ന് പറഞ്ഞതിനോ? രായി മുതലാളിനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞതിന്. അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അത് രായ് മുതലാളിയെ കുറിച്ചാന്ന് മൂപ്പർക്ക് മനസ്സിലായി. എന്താ മൂപ്പർക്ക് അങ്ങനെ തോന്നാൻ? കമ്മിറ്റിയിൽ 17 അംഗങ്ങളുണ്ട്. അതിൽ 14 അംഗങ്ങൾക്കും ഒരു പരാതിയില്ലല്ലോ. എന്താ കാരണം? അവരുടെ ഭാഗത്തൊരു തകരാറുമില്ല. 3 മെമ്പർമാർക്ക് ഇമാമ് പറഞ്ഞത് രസിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇമാമ് പറഞ്ഞ തകരാറ് അവർക്ക് ഉണ്ട് എന്നാണ്. നിങ്ങൾ ആദ്യം അത് തിരുത്താൻ നോക്കി, എന്നിട്ട് ഇമാമിൻ്റെ പേരിൽ കുതിര കയറണം. 14 കൊല്ലായിട്ട് രായ് മുതലാളി മഹല്ല് പ്രസിഡൻ്റായിരുന്നു. അംസക്കോയ സെക്രട്ടറിയും മൊയ്തീൻ ഖജാൻജിയും. എന്നിട്ട് ഇത്രയും കാലത്തെ വരവ് ചെലവ് കണക്കെവിടെ? ആരെങ്കിലും ചോദിച്ചോ? ഇല്ല, ചോദിക്കാൻ ധൈര്യല്ല. കുട്ടിനെ കെട്ടിക്കാനും മയ്യത്ത് മറമാടാനും കഴിയൂലെന്നുള്ള പേടി. നിങ്ങളെപ്പോലത്തെ ഉൾമ്പൂസന്മാരുള്ള ഈ നാട്ടിൽ മുതലാളിമാർക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം. അല്ല ജേരെ, അറിയാത്തോണ്ട് ചോദിക്കുക, രായ് മുതലാളി ശരിക്കും പലിശ വാങ്ങുന്നുണ്ടോ? ബോണസ് എന്നും ലാഭമെന്നും നഷ്ടപരിഹാരം എന്നും ഒക്കെ പേരിട്ടതുകൊണ്ട് പലിശ അല്ലാതാവണം. അത് ഹലാലാണ് എന്ന് ഫത്വ ഇറക്കിയത് കൊണ്ടോ പുസ്തകം എഴുതിയത് കൊണ്ടോ ഒരു കാര്യം. ഈ നാട് ഒരു മാതൃകാ മഹല്ലാക്കണം. നിങ്ങളെപ്പോലുള്ളവർ കൂടി ഉത്സാഹിക്കേണ്ട കാര്യമാണത്. വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ കയറുന്ന അങ്ങാടി ഭരണക്കാരായ വഷളന്മാരെ ഇസ്ലാന്തിയും കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കരുത്. അത് പടച്ചോനെ പേടിയുള്ളവരും അറിവുള്ളവരും ചെയ്യട്ടെ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളോട് ക്ഷമിക്കണം ആചാര്യ. നേതാക്കന്മാരും പ്രമാണിമാരും പറയുന്നത് കേട്ട് തുള്ളാനേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. മുതലാളി ഇങ്ങനെ പുറത്തിറങ്ങാതെ ഇരുന്നിട്ട് എന്താ കാര്യം? തോറ്റു കൊടുക്കരുത് മുതലാളി, തോറ്റു കൊടുക്കരുത്. തോറ്റു കൊടുക്കണതല്ലല്ലോ കോയ, തോൽപ്പിക്കണതല്ലേ. എന്നെ കാണുമ്പോൾ തലക്കെട്ടഴിച്ച് കക്ഷത്തിൽ വെക്കാനൊക്കെ മുന്നിക്കൂടെ ഞെളിഞ്ഞ് നടക്കാൻ തുടങ്ങി. പള്ളിയിൽ എൻ്റെ സീറ്റിൽ കണ്ട അണ്ടനും അടങ്ങോടനൊക്കെ നിൽക്കാൻ തുടങ്ങി. മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് എന്നെ പുറത്താക്കാനുള്ള ശ്രമമാണ്. ഇമാമിനെ രാജിവെപ്പിക്കാൻ ഞാൻ അയച്ചവരൊക്കെ ഇന്നലെ ഇമാമിനോട് മാപ്പി ചോദിച്ചു. പിന്നെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കൂ? പുറത്തിറങ്ങി നടക്കണം. ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. എൻ്റെ ഉപ്പയുടെ ഇങ്ങനെ തോറ്റ് തളർന്നിരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഇവരെയൊക്കെ നിലക്ക് നിർത്താൻ ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ. ഉപ്പ ഒരു ഹജ്ജിന് പോവുക. അതൊക്കെ വയസ്സായിട്ട് ചെയ്യേണ്ട സംഗതികളല്ലേ. എന്നാൽ കാലാകാലവും തലയും താഴ്ത്തി ഈ കസാലയിലിരിക്കാം. ഉമ്മറാജിയെ ജനങ്ങൾ ഇത്രമാത്രം ആദരിക്കാൻ കാരണമെന്താ?
മൂപ്പര് വെറും ഒരു മുതലാളിയല്ല, ഒരു ഹാജി കൂടിയാണ്. ഉപ്പയുടെ പേരിലെ മുതലാളി പോയി പകരം ഹാജി വന്നാൽ മഹല്ല് പ്രസിഡന്റ് സ്ഥാനം ഉപ്പയുടെ കയ്യിലെത്തും. ഞാൻ വരുത്തും. ഇന്ന് ഉപ്പയെ ആദരിക്കാതെ നടക്കുന്ന അലവലാദികൾ നാളെ ഈ മുമ്പിൽ ഏത്തമിടും. ഉമ്മറാജിയെ തിരിഞ്ഞു നോക്കാൻ ഒരു കുട്ടിയെപ്പോലും ഈ മഹലിൽ ഇല്ലാതാക്കി തരാം ഞാൻ. ഉപ്പയുടെ ഔദാര്യം പറ്റാൻ ഈ മുറ്റം നിറയെ ആളുകൾ വന്ന് ഓച്ചാനിച്ച് നിൽക്കും. ഒരു മകനെന്ന നിലക്ക് ഇതിനേക്കാൾ വലിയൊരു കാര്യം ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ഉപ്പ ആരുടെ മുമ്പിലും തോൽക്കരുത്, അതെനിക്ക് നിർബന്ധമാണ്. ഓൻ പറഞ്ഞേലു കാര്യല്ലേ കോയ? 100 വട്ടം കാര്യമുണ്ട് മുതലാളി. എൻ്റെ വാപ്പാൻ്റെ ബുദ്ധി സാമർഥ്യം ഓന് കിട്ടിയത്. ചോട് പിഴയ്ക്കാത്ത തന്ത്രങ്ങളാത്. ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഇക്കൊല്ലത്തെ അജ്ജന് പോണം. ഈ അറിഞ്ഞനടോ, ഞാൻ അജ്ജന് പോവാണ്. സന്തോഷായി ആചാരെ, സന്തോഷായി. ആചാരോ? അജ്ജ് ചെയ്തിട്ടില്ലടോ, ചെയ്യാൻ പോണേ ഉള്ളൂ. ആയിക്കോട്ടെ, എന്നാൽ ഇന്ന് മുതൽ ഞാൻ ആചാരേന്ന് വിളിക്കുള്ളൂ. നമ്മക്കൊന്ന് ഉഷാറാക്കണടോ മഹല്. ആചാര് പോയിട്ട് വരി, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞോണ്ട് വരി, മഹല് ഉഷാറാക്കാൻ. കുറെ കാലം ഉഷാറാക്കിയല്ലോ, അത് മതി. നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ മടങ്ങി വരാതിരിക്കുകയാണെങ്കിൽ ചേക്കുവിനോട് സുലൈമാൻ പറഞ്ഞ മാതിരി 10 എത്തിയും കുട്ടിയാക്കി ഞാൻ ചോറ് കൊടുക്കും. എന്നും ഓരോ കാര്യം പറഞ്ഞ് നീ ഇങ്ങോട്ട് തന്നെ വരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ ജ്യേഷ്ഠന്മാരോടല്ലാതെ സ്വന്തം ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പെങ്ങളുടെയും കാര്യം പറയാൻ പറ്റുമോ? നാട്ടുകാരുടെ മുമ്പിൽ തെണ്ടാൻ ഇറങ്ങണോ? അതോ ഉമ്മയുടെ ഫോട്ടോ കൊടുത്ത് കനിയുള്ളവരെ കനിയൂ എന്ന് സഹായം അഭ്യർത്ഥിച്ച് പത്രത്തിൽ പരസ്യം ചെയ്യണോ? അതോ പലിശക്ക് കടം വാങ്ങണോ? നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഇക്കാനെ കണ്ടില്ലേ? ബാപ്പ പോയി കണ്ടിരുന്നു. എന്നിട്ടെന്താ പറഞ്ഞത്? പണ്ടവും പണവും കൊടുത്ത് പെങ്ങളെ കെട്ടിക്കണ്ടാന്ന്. അല്ലെങ്കിലും അതാണല്ലോ അതിൻ്റെ ശരി. ആ ശരിയും കൊണ്ട് എത്ര കാലം നടക്കും? സജനാക്ക് വയസ്സ് 22 ഇതുവരെ വന്നവർക്കൊക്കെ വേണം പണ്ടവും പണം. ഇപ്പോൾ വന്ന ടീം 30 പവൻ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, പണം വേണ്ട. ആ 30 പവൻ എങ്ങനെ ഉണ്ടാക്കും സിറാജെ? നീയും ഇക്കയും വിചാരിച്ച അതിനൊന്നും ഒരു പ്രയാസമില്ല. ഞങ്ങളെ രണ്ടാളുടെയും തല കെട്ടിവെച്ച് നീ തടിയൂരുന്നത് ശരിയല്ല. പറമ്പിലെ വരുമാനം മുഴുവൻ നീയല്ലേ എടുക്കുന്നത്. ഞാനതിൻ്റെ കണക്കൊന്നും ഇതുവരെ ചോദിച്ചില്ലല്ലോ. ഓരോ പ്രാവശ്യവും നീ ഓർമ്മപ്പെടുത്തുന്ന പറമ്പിലെ പിരിവിൻ്റെ കണക്ക് നിനക്കും ഒന്ന് പരിശോധിച്ചുകൂടെ? 24 സെൻറ്റ് സ്ഥലം, 4 തെങ്ങ്, 13 കഴുങ്ങ്, 5 വാഴ, പിന്നെ ചില്ലറ ചേമ്പും മഞ്ഞളും. ഇതല്ലേ നീ എപ്പോഴും പറയുന്ന പറമ്പിലെ പിരിവ്? അതിൻ്റെയൊക്കെ കണക്ക് ഒരിക്കൽ നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇനി വീടിൻ്റെ കണക്ക് കൂടി പറയാം. മരമൊക്കെ ചെതലരിച്ച് ഏത് നിമിഷവും തലയിൽ വീഴാൻ പാകത്തിലാണ് വീട് നിൽക്കുന്നത്. ശക്തമായൊരു കാറ്റടിച്ചാൽ മതി 5-6 മയ്യത്തുകൾ ഒരുമിച്ച് കിട്ടും. അതിനുള്ള വെള്ളത്തുണിയെങ്കിലും കണക്ക് പറയാതെ വാങ്ങിക്കൊടുക്കണം രണ്ടാളും. നിങ്ങളൊക്കെ ഒന്നും തരില്ല എന്നറിഞ്ഞിട്ടും വീണ്ടും ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇരക്കാൻ വരുന്നത് എൻ്റെ ബാപ്പ നിങ്ങളുടെ മുമ്പിൽ തല കുനിക്കരുതെന്ന് ഓർത്തിട്ടാ. ഇനി മേലിൽ സിറാജ് ആണാണെങ്കിൽ നിന്റെ ഒന്നും ഔദാര്യം ചോദിച്ച് ഈ മുറ്റത്ത് കാലുകുത്തില്ല. പിന്നെ ഇത്രയും കാലം ഞാൻ സംരക്ഷിച്ച എൻ്റെ പെങ്ങളെ കല്യാണം ഞാൻ തന്നെ നടത്തും. നീ എപ്പോഴും കണക്ക് ചോദിക്കുന്ന ആ 24 സെന്റ് ഭൂമിയില്ലേ, അതിലെ 10 സെന്റ് വിറ്റിട്ടെങ്കിലും. പിന്നെ മഹാന്മാരായ 2 മക്കൾക്ക് ജന്മം നൽകിയ 2 പാവം മനുഷ്യരുണ്ട് അവിടെ നരകിച്ച് കഴിയുന്നു. അവരറിയാതെ ഒന്ന് പ്രാർത്ഥിച്ചു പോയാ തകർന്ന് വീഴും നിന്റെയൊക്കെ സ്വപ്ന സാമ്രാജ്യം. നിന്റെ ഭാര്യയോടും പറഞ്ഞേക്ക്. വഴക്ക് പറഞ്ഞ് ആരെയും നന്നാക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യം അത്. 1-2 ആള് ചിലപ്പോൾ നന്നായി എന്ന് വരാം, പക്ഷെ അത് ആദ്യം തന്നെ അറിയാം. മനാഫിനെ വഴക്ക് പറഞ്ഞ് നന്നാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ നാശത്തിലായിരിക്കും അത് കലാശിക്കുക. പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ആർക്കും അത് ഇഷ്ടാവൂല.
അതും മക്കളുടെ മുമ്പിൽ വെച്ച്. എന്താ ചെയ്യപ്പ, വീണ്ടും വീണ്ടും പറഞ്ഞു പോവാണ്. പുറത്തിറങ്ങിയാൽ അവനെക്കുറിച്ച് എന്തെല്ലാം കേൾക്കണം. ഞങ്ങളുടെ കാര്യം പോട്ടെ, ഉപ്പ നാട്ടുകാരുടെ മുമ്പിൽ ചെറുതാവുന്ന കാണുമ്പോഴാണ്. അതൊന്നും സാരല്ല മക്കളെ. നിങ്ങൾ വിചാരിച്ചാൽ അവനെ നന്നാക്കി എടുക്കാൻ കഴിയും. എന്തായാലും നിങ്ങളുടെ ചോര തന്നെയല്ലേ അവനും. അത്ര മോശക്കാരനാകാൻ കഴിയോ അവന്? ഇന്ന് മുതൽ നിങ്ങൾ രണ്ടാളും ഓനോടൊരു സ്നേഹിതനെ പോലെ പെരുമാറണം. അതോടുകൂടി അവൻ്റെ മനസ്സ് മാറും. അല്ലപ്പാ, നമുക്ക് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? വഴി വെച്ച് നടക്കുന്ന മക്കളെ നന്നാക്കാൻ പല രക്ഷിതാക്കളും നടത്തുന്ന ഒരു കുറുക്ക് വഴിയാണ് കല്യാണം. അതുകൊണ്ടുള്ള നേട്ടം എന്താ? ഒന്നുകിൽ ആ പെൺകുട്ടി കണ്ണീര് കുടിക്കും, അല്ലെങ്കിൽ അടിമയെപ്പോലെ ജീവിക്കണം. തൽക്കാലം ആ ഒരു പരീക്ഷണം വേണ്ട. ഇത് കഴിച്ചാൽ മതി, സുഖാവും. പുകവലി നിർത്തണം കേട്ടോ. വരൂ, ഇരിക്കൂ. എന്താ പറഞ്ഞോളൂ. ഞാൻ ഒരു രോഗിയായിട്ട് വന്നതല്ല, ഡോക്ടറോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. എന്താണെങ്കിലും പറഞ്ഞോളൂ. ഇന്നലെ ഇവിടെ അഡ്മിറ്റായ സെയ്താലി എന്ന രോഗിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വന്നതാണ്. എന്താ അയാളുടെ സ്ഥിതി? ഹാർട്ട് പേഷ്യൻ്റാണ്. 6 മാസമായി എൻ്റെ ചികിത്സയിലാണ്. ഓപ്പറേഷനിലൂടെ അല്ലാതെ രോഗം മാറില്ല. അതുകൊണ്ടാണ് പൂർണ്ണ വിശ്രമം പറഞ്ഞത്. ഇന്നലെ ജോലിക്ക് പോയത്രേ, അവിടെ തളർന്നു വീണു. ബോധമില്ലാതെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ ICUവിലാണ്. സീരിയസ് ആണോ? ഇപ്പോൾ നോർമലായി വരുന്നുണ്ട്, എങ്കിലും ഓപ്പറേഷൻ നിർബന്ധമാണ്. സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരാളെന്ന പരിഗണന വെച്ച് മരുന്നും മറ്റു ചിലവുകളും സൗജന്യമാണ്. എന്നാലും ഏകദേശം ഒരു 70,000 രൂപ ചിലവ് വരും. ഓപ്പറേഷൻ തിരുവനന്തപുരത്ത് വെച്ചാണ്. ചിലവ് എത്ര വന്നാലും അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. സെയ്താലിക്കയുടെ ചികിത്സയ്ക്ക് ഒരു കുറവും വരുത്തരുത്. ഇത് 50,000 രൂപയുണ്ട്, അഡ്വാൻസ് ആണ്. ബാക്കി തുക ഡേറ്റ് ഫിക്സ് ചെയ്താൽ ഇവിടെ എത്തും. പക്ഷെ ഒരു കാര്യം, ഇതാരാണ് തന്നതെന്ന് തൽക്കാലം ആരും അറിയണ്ട. ഐ ആം സോറി, നിങ്ങൾ അല്പം വൈകിപ്പോയി. സെയ്താലിയുടെ ഓപ്പറേഷനുള്ള 1,00,000 രൂപ ഇവിടെ അടച്ചു കഴിഞ്ഞു. ഇതാ അതിൻ്റെ റെസിപ്റ്റ്. ഇത്രയും വലിയ സംഖ്യ ഇതാരാ അടച്ചത്? ഒരു മനുഷ്യസ്നേഹി എന്ന് മാത്രമേ തൽക്കാലം പറയാൻ നിർവാഹമുള്ളൂ. കാരണം ഇത് മറ്റാരും അറിയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എനിക്ക് സെയ്താലിക്കൊന്ന് കാണാൻ പറ്റുമോ? ICUവിലാണ്, എങ്കിലും ഒന്ന് കണ്ടോളൂ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സെയ്താലിയുടെ ഭാര്യയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. കോയമ്പത്തൂരിൽ നല്ല ചികിത്സ കിട്ടും. 3 മാസം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്കൾ ഈ കാശ് അങ്ങോട്ട് നീക്കി വെച്ചാൽ ആ കുടുംബം രക്ഷപ്പെടും. ഞാനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. വളരെ നന്നായി ഡോക്ടർ. ഈ പണം ഞാൻ ഡോക്ടറെ ഏൽപ്പിക്കുകയാണ്. അയ്യോ, അത് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം. ആവശ്യമായ ഹെൽപ്പുകൾ വേണ്ടത് ഞാൻ ചെയ്യാം. ഡോക്ടറോട് പറയാലോ, പണക്കാരായ 2 മക്കളുള്ളത് കൊണ്ട് സെയ്താലിക്കയെ ഞങ്ങളൊന്നും വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അറിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം. താങ്കളെപ്പോലുള്ള ആളുകൾ ഈ നാടിൻ്റെ ഭാഗ്യമാണ്. നല്ല ആളുകൾ പരസ്പരം അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സെയ്താലിയുടെ ഓപ്പറേഷന് വേണ്ട 1,00,000 രൂപ അടച്ച ആളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇത് പുറത്ത് മറ്റാരും അറിയരുത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബാപ്പായുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ ഉമ്മയെ ഞാൻ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും. 2-3 മാസത്തെ ചികിത്സ മതി, ഉമ്മ എണീറ്റ് നടക്കും. ഞാൻ ആശുപത്രിയിലൊന്ന് പോട്ടെ. ബാപ്പാനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ബുധനാഴ്ച തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം. ഉമ്മ പ്രാർത്ഥിക്കണില്ലേ ബാപ്പാക്ക് വേണ്ടി? എൻ്റെ കുട്ടി എന്നാണ് ഈ ദുരിതത്തിൽ നിന്നൊന്ന് കരകയറി കാണുക?
സാർ ഞങ്ങളിനി എന്താ ചെയ്യാം? കെട്ടിത്തൂങ്ങി ചാവ്. സ്ഥാപനത്തിന് നഷ്ടത്തിലുള്ള കണക്കല്ല എനിക്ക് കേൾക്കേണ്ടത്. അത് ലാഭത്തിലാക്കാനാ നിങ്ങൾ 2-3 കോന്തന്മാരവിടെ പണ്ടാരമടക്കിയത്. എന്നിട്ട് വന്നിരിക്കുന്നു നഷ്ടത്തിന്റെ കണക്കും കൊണ്ട്. പറയടാ, എന്താ ബിസിനസ് നഷ്ടത്തിലാവാൻ കാരണം? ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് സാർ. ഇപ്പോൾ ബിസിനസ് വളരെ ഡള്ളാണ്. ആ കാര്യം പറഞ്ഞ് തടിയുരാൻ നോക്കണ്ട. ബിസിനസ് കൂട്ടാനുള്ള വഴികൾ അതേത് വളഞ്ഞ വഴിയായാലും ശരി ചെയ്തോളണം. അടുത്ത പ്രാവശ്യം നഷ്ടത്തിന്റെ കണക്കുമായി ഇവിടെ വന്നാൽ 3ന്റെയും ശവമായിരിക്കും ഇവിടെ വീഴുന്നത്. അടുത്ത മാസം ശരിയായിക്കൊള്ളുമെന്ന പതിവ് പല്ലവിയുമായി വീണ്ടും ഇവിടെ വരരുത്. മനസ്സിലായല്ലോ? ഹലോ. ആ, എന്താ കറിയാച്ചാ? നമ്മുടെ കണക്കിൽ ഒരു 4-5 മാസത്തെ കുടിശ്ശിക കാണുമല്ലോ മുതലാളി. 1 മാസം കുടിശ്ശിക വന്നാൽ അതിൻ്റെ പലിശ അടുത്ത മാസം കണക്കിൽ വരും. അതാ നാട്ടു നടപ്പ്. പിന്നെ കള്ളക്കണക്കാണെന്നൊന്നും പറഞ്ഞേക്കരുത്. എന്ന് വെച്ചാൽ 5 മാസത്തെ പലിശ ഇനത്തിൽ 2,1468 രൂപ 30 പൈസ വരും. അതിൽ 30 പൈസ ഞാൻ വിട്ടു. ബാക്കിയുള്ള കുടിശ്ശിക ഉടനെ തീർക്കണേ മുതലാളി. അരിപ്രശ്നമാണേ. മാത്രമല്ല മുതലാളിക്കറിയാലോ ആ ദണ്ഡപാണ്ടിയെ. അവനെപ്പോലത്തെ 5-6 തടിമാടന്മാരെ തീറ്റിപ്പോറ്റാൻ എന്നാ ചെലവാ. അപ്പോ ഞാനങ്ങോട്ട് വരണോ അതോ മുതലാളി ഇങ്ങോട്ട്? കറിയാച്ച, ഒരു 2 മാസത്തെ അവധി കൂടി തരണം. മുഴുവൻ സംഖ്യ അടച്ചു തരാം. പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ടാ. ഓ ഓ ഓ വന്നത് തന്നെ. നിങ്ങൾക്ക് എന്താ കൃത്യമായ പലിശ അടച്ചു തീർത്താ? എന്തോ പറഞ്ഞത്? കൃത്യമായി പലിശ അടക്കാൻ നിന്റെ തന്ത എത്ര ചാക്ക് പണം കൊണ്ടുവന്നിട്ടുണ്ടടി? മര്യാദക്ക് എന്റെ മുമ്പ് ഇത് പോയിക്കോ. നീ ഒറ്റ ഒരുത്തിയാ ഇതിനൊക്കെ കാരണം. ഞാൻ എന്ത് കുന്തം ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇനി ഞാൻ ആദ്യം മുതൽ പറയണോ? നിന്റെ കുടുംബ മഹിമക്കനുസരിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടുവരികയല്ലായിരുന്നു നിന്റെ ഒരേ ലക്ഷ്യം. നിന്റെ ആങ്ങളക്ക് ആനയുണ്ട്, നിന്റെ അമ്മാവന് ചേനയുണ്ട്, നിന്റെ മറ്റവന് ഞാനൊന്നും പറയുന്നില്ല. എന്നിട്ട് എന്തായടി? മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഒരു ഭാഗത്ത് നിന്ന് ജപ്തി തുടങ്ങി, അറിയോ? അതൊന്നും എന്റെ കുറ്റമല്ല, നിങ്ങളുടെ കഴിവുകേടാ. ഇതൊക്കെ എന്റെ ആങ്ങളമായി അറിഞ്ഞാൽ. ചേലക്കാതെ പോയിക്കോ. നിന്റെ ആങ്ങളമാരുടെ മാത്രം വിളമ്പിയത് മതി. എന്നെ കൊല്ലാൻ വന്നിട്ടൊന്നും കാര്യമില്ല. പിടിക്കാനെ ആ നിസ്കരിച്ച് എനിക്കത് അന്തല്ലാതെയായ സൈനബ. ജിത് എങ്ങോട്ട് തിരിഞ്ഞാ നിസ്കരിക്കണ്? കിബില മാറിയെന്ന് എനിക്ക് വല്ല വഹിയും കിട്ടിയോ? ഓ, പേശൻ ഒപ്പിച്ചുള്ള നിസ്കാര കുപ്പായോ? ഇത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്ക്. ഇങ്ങോട്ട് ഇതെന്താ മസിൽ പിടിക്കണ്? പൊന്നാര സൈനബ, എന്നോട് കുസ്തി പിടിക്കാൻ എനിക്കാവൂല. ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്ക്. ആഹാ, അത് ശരി. അന്യപുരുഷന്മാരെ കണ്ടിട്ടാലേ. എന്നുവെച്ചത് ആദ്യം പറയണ്ടേ ഏതാണ് ഈ ബിലീസുകൾ? ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ആരാത്? ഒന്നിങ്ങോട്ട് വരുമോ? ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ?
ഇങ്ങോട്ട് വരി. ആ ആ സ്വകാര്യാട്ടോ. അതെ, അകത്ത് നിസ്കരിക്കുന്ന ആളെ ആ ഞങ്ങൾക്കൊന്ന് വിട്ടുതരൂ. കൊടുക്ക്. ശരി എന്നാ ഇവിടെ നിൽക്കി, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അങ്ങനെ അത് കിട്ടി. ഇനി അവന്റെ ഇനി ഒന്നും ആലോചിക്കാല്ല, തല്ലി കൈയും കാലും ഒളിച്ചിടുക അതന്നെ. കൊല്ലണം എന്നാ എൻ്റെ അഭിപ്രായം. വേണ്ട വേണ്ട, കൊല്ലണ്ട. ഒന്നാ കാശ് പോയില്ലേ, ഇടിച്ചു ഒതുക്ക. ഇങ്ങനെ 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 പൊടിയാക്കണം. ധർമ്മം കൊടം ഏയ് ഏയ് ഏയ്, എന്താ ഇത്? എന്തൊരു നടത്താ ഇത്? ഒന്ന് നേരെ നടത്തി വെച്ചാ. ₹100 എന്നും ചോദിക്കാനായോ? പഠിച്ച തമ്പുരാനെ ബാക്കിൽ ഞാൻ മണ്ടി കൂടിയടാട്ട്. നിങ്ങളുടെ മയ്യത്ത് ഞാൻ എടുക്കും. ഇന്ന് അധികം ഓടിക്കരുത്, മര്യാദക്ക് അവിടെ നിന്നോ. എങ്ങട്ടാ മനസ്സങ്ങളി മതം പൊട്ടി പായില്? നിങ്ങക്ക് തിരാന്തായോ? സൈനബ, ഈ കുളിമുറിയില? അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അകത്തുനിന്ന് പിടിച്ചു തിരിച്ച പെണ്ണ ഏതാ? പഠിച്ചോനെ, അപ്പൊ ഞാൻ കുളിമുറി കയറി തക്കം നോക്കി നിങ്ങൾ വേറെ പെണ്ണിനെ അകത്ത് കേട്ടില്ല മനസ്സാ? എനിക്ക് ഇനി ജീവിക്കണ്ടോ? എന്റെ കുളി ഒന്നാണ് കഴിയട്ടെ, ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക്. ആരാപ്പത് 2-3 ആൾക്കാർ ഒളിച്ചു നിൽക്കണ ഇവിടെ? എന്താ ഇവിടെ നിൽക്കണേ? ആ കാക്കേ ഞങ്ങളേക്ക് ₹100 വാങ്ങിയിട്ടുണ്ട്. അത് ചോദിക്കാൻ തന്നെ ഞങ്ങളിട്ട് ഇങ്ങനെ ആട്ടണത്. അത് വാങ്ങി തന്ന ₹50 എങ്ങക്കാ. അവസാനം വാക്ക് മാറരുത്. വാക്ക് പറഞ്ഞാ വാക്കാ. ആ ശരി, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. ആ ആ കാക്ക് ഒന്നും ഇങ്ങോട്ട് പുറത്തിറങ്ങിക്കേ. ഒരു കാര്യം ചോദിക്കാനാ. കാക്കേ ആ കുട്ടികൾക്ക് കൊടുക്കാനാണ് തരി. ജോലാളാ? ആ ഇവിടേക്ക് ഞാൻ കൊണ്ടുവരാം. ചോദിച്ച മാതിരി ചോദിച്ചപ്പോ പോണ പോക്കുണ്ടല്ലേ. കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവൻ വേണമെങ്കിൽ വണ്ടിക്കോളി ചങ്ങന്മാരെ. ഇതെന്താ എവിടെ നിന്നാലും അടി തന്നെയാണല്ലോ. നിങ്ങളൊക്കെ കൂടി എന്നെ പിരാന്താക്കിയിട്ട് അടങ്ങുള്ളൂലേ. ഇതാ എനിക്ക് പിരാന്തായി, ഇനി ഞാൻ പിടിച്ചാ കിട്ടൂല. ഞാൻ അടുത്ത മാസം ഹജ്ജിന് പോവുകയാണ്. അതുകൊണ്ട് ഇടപാടൊക്കെ ഞാൻ മടങ്ങി വരുന്നവരെ എൻ്റെ മോൻ ഹബീബാ കൈകാര്യം ചെയ്യണത്. ഞാൻ ഓങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാം. പാപ്പാൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? ഓ, വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കാശിന് ഇത്ര ടൈറ്റ് വരാൻ കാരണം. 1,00,000 രൂപ ആശുപത്രിയിൽ അടച്ചത് ഞാനാ. ഇനി അടുത്ത ആഴ്ച ഉമ്മയെ കോയമ്പത്തൂർ കൊണ്ടുപോകണം. 10-60,000 രൂപ അതിനു വേണ്ടി നീക്കി വെച്ച് കഴിഞ്ഞു. പെങ്ങളെ കാര്യം എന്തായി? ഒന്നും ശരിയായിട്ടില്ല. പറ്റിയ ഒരാളെ കിട്ടണ്ടേ? പണ്ടവും പണവും എത്രയും കൊടുക്കാൻ ഞാൻ തയ്യാറാ. ആ പോരൊന്ന് ശരിയാക്കി കൊടുക്കണം. പൊളിഞ്ഞാടാനയക്കണത്. എന്തിനാ അവരെല്ലാവരും കൂടി ആ വീട്ടിൽ കഴിയണത്? എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നോക്കി, കേൾക്കണ്ടേ? അന്നെ പോലെ ഒരു മോനുണ്ടാകുക എന്നുള്ളത് ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഭാഗ്യാണ്. ജലാല് കാശിനാണോ വന്നത്? അതെ. എത്ര വേണ്ടി വരും? 5 ലക്ഷം. രേഖ എന്താ ഉള്ളത്? സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് തരാം, ബ്ലാങ്ക് ചെക്കും.
അതുകൊണ്ടെന്താ കാര്യം? ബാങ്കിൽ ക്യാഷില്ലെന്ന് പറഞ്ഞ് നിന്നെ പിടിച്ച് അകത്താക്കാം. അതുകൊണ്ട് എൻ്റെ കാശ് തിരിച്ചു കിട്ടുമോ? കൽപ്പറ്റയിലെ ജ്വല്ലറി വട്ടിക്കാർ പിടിച്ചെടുത്തു. മണ്ണാർക്കാട്ടെ ടെക്സ്റ്റൈൽസും കോളേജ് വണ്ടിയും ബാങ്കുകാർ ജപ്തി ചെയ്തു. എറണാകുളത്ത് തുടങ്ങിയ ടെക്സ്റ്റൈൽസ് പൂട്ടി. ഇനിയിപ്പം ബാക്കിയുള്ളത് വീടും ആ നിൽക്കുന്ന സ്ഥലവുമാണ്. അതിൻ്റെ മുഴുവൻ രേഖകളും കറിയാച്ചൻ്റെ കയ്യിലല്ലേ? ഇന്നോ നാളെയോ അതും കറിയാച്ചൻ്റെ കയ്യിലാവും. അതുകൊണ്ട് ക്യാഷ് തരാൻ ബുദ്ധിമുട്ടുണ്ട് ജലാൽ. തെക്കേപ്പുറത്തെ 2 ഏക്കർ തെങ്ങിൻ തോട്ടമുണ്ട്, അത് വിലക്ക് തരാം. അതിൻ്റെ ആധാരം ജനാർദ്ദൻ്റെ കയ്യിലല്ലേ? എത്ര ലക്ഷം കൊടുത്താലാ അത് തിരിച്ചു കിട്ടുക? അതുകൊണ്ട് ജലാൽ വേറെ എന്തെങ്കിലും വഴി അന്വേഷിക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വീടിൻ്റെ ആധാരം തരില്ല. അത് പറയേണ്ടത് നീയല്ലല്ലോ, ബാപ്പ പറയട്ടെ. ഇക്ക ഞാൻ പറയുന്നു കേൾക്ക്. പ്രായമായ ബാപ്പയെയും ഉമ്മയെയും കൊണ്ട് എന്നെ തെരുവിലിറക്കരുത് പ്ലീസ്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ബാപ്പയെ വേദനിപ്പിക്കരുത്. എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. പണയം വെക്കാൻ ആധാരം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട എൻ്റെ വിഹിതം ഇങ്ങ് തന്നേക്ക്, ഞാൻ വിറ്റോളാം. ആകെ 24 സെന്റ് ഭൂമിയുണ്ട്. ബാപ്പ കണ്ണടച്ചിട്ട് പോരെ ഓഹരി വെക്കലൊക്കെ? അതിനുശേഷം എൻ്റെ ഓഹരി കൂടി ഞാൻ ഇക്കാക്കങ്ങ് തന്നേക്കാം. ഇതിനു വേണ്ടി എൻ്റെ മക്കൾ പരസ്പരം തമ്മിലടിക്കണ്ട. എന്നാ ഇത് അവനെടുത്തോട്ടെ, എന്താച്ചാ ചെയ്യട്ടെ. ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും എടുത്താലും തീരാത്ത അത്ര മുതൽ പടച്ച റബ്ബിൻ്റെ ഖജനാവിലുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് പടച്ചോൻ ചിലപ്പോൾ ചിലർക്ക് കൊടുക്കും. അതൊരു പരീക്ഷണവും ആവാ, ചിലപ്പോൾ ഒരു അനുഗ്രഹവും ആവാ. നമുക്ക് പടച്ചോനോട് ചോദിക്കാം. ഇവിടുന്ന് തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി നാളെ പരലോകത്തുനിന്ന് തന്നോളും. മോനെ ജലാലെ, പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും മേൽക്കുമേൽ വന്നിട്ടും പലിശ ഇടപാടുന്ന് വിട്ടു നിന്നോല ഞാനും എൻ്റെ കുട്ടികളും. അതുകൊണ്ട് തന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഈ വീട്ടിൽ എന്നും ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചാൽ ഹലാലായ 3 കണ്ടം തുണി ഇവൻ എവിടെന്നെങ്കിലും കൊണ്ടുവന്നോളൂ. മൂത്ത ജ്യേഷ്ഠൻ്റെ അധികാരം പറഞ്ഞ് എൻ്റെ ഹറാമിൻ്റെ ഒരു ഉറുപ്പ്യ പോലും എനിക്ക് മാറ്റി ചെലവാക്കരുത്. പാപ്പാൻ്റെ വസിയത്ത് അത്, അതെങ്കിലും ഇത് അനുസരിക്കണം. വാ വാ വാ. കൊള്ളാം. ബാപ്പയുടെയും മക്കളുടെയും നാടകം കളി അസ്സലായി. 3-4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ എണ്ണി വാങ്ങുമ്പോൾ എവിടെയായിരുന്നു ഈ ആധാരം? അന്ന് കൈയും കാലും പിടിച്ച് കരഞ്ഞ് യാചിച്ചിട്ടാ യാതൊരു രേഖയുമില്ലാതെ ഇത്രയും കാശ് ഹബീബ് എണ്ണിത്തന്നത്. മനസ്സിലായോ? പിന്നെ കൊടുത്ത കാശും അതിലപ്പുറവും തിരിച്ചു പിടിക്കാൻ ഹബീബിന് യാതൊരു രേഖയുടെയും ആവശ്യമില്ല. മുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കപ്പലാണല്ലോ ഇപ്പോൾ നീ. അതിൽ നിന്ന് കഴിയുന്നത്ര നട്ടും വോൾട്ടും ഊരിയെടുത്താൽ അത്രയും കിട്ടി. അതുകൊണ്ട് തൽക്കാലം ഇത് ഞാൻ കൊണ്ടുപോകുന്നു. എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട്, നോക്കിക്കോ. എന്തിനാ മോനെ ഇത്ര വലിയ കാശ് കടം വാങ്ങിയത്? ഞാനോ? അപ്പൊ ബാപ്പയല്ലേ വാങ്ങിയത്? ഞാൻ അങ്ങനെ വാങ്ങൂ? നീ എന്തായി പറയണേ? എന്നാൽ ഇതിലെന്തോ ചതിയുണ്ട് ബാപ്പ, ഒരു വലിയ ചതി. ഉപ്പ എന്നെ വിളിച്ചോ? ആ വാ ഇരിക്ക്. വാ ഇങ്ങോട്ട് അടുത്തിരിക്ക്. ഉപ്പ എന്തിനാ വരാൻ പറഞ്ഞത്? ഖുർആനില് ലുക്മാൻ തൻ്റെ മകനെ ഉപദേശിക്കുന്ന വികാരനിർഭരമായ ഒരു രംഗമുണ്ട്. നീയും പഠിച്ചിട്ടുണ്ടാവും. ഒരു പിതാവിൻ്റെ ബാധ്യത അതെന്നെ ഓർമ്മപ്പെടുത്തുന്നു. മോനെ, എനിക്കിനി അധിക കാലം ബാക്കിയില്ല.
പടച്ചോൻ്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ എൻ്റെ ഒരു മകനെക്കുറിച്ചുള്ള വേദനയും കൊണ്ട് പോകണം എന്നുള്ള കാര്യം മനസ്സിനെ അലട്ടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നബിമാര് കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി ലഭിക്കുന്നത് ശുഹദാക്കൾക്കാണ്, അള്ളാൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർക്ക്. അങ്ങനെയുള്ള ഒരു രക്തസാക്ഷി പോലും കടബാധ്യതയോട് കൂടിയാണ് ഇവിടുന്ന് പോയതെങ്കിൽ അയാൾക്ക് സ്വർഗം ലഭിക്കുകയില്ല. കടം വരുത്തി വെക്കുമ്പോൾ ഇക്കാര്യം ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ബൈക്കും കാറും വാങ്ങാനും ഓടിട്ട വീട് ടെറസാക്കാനും ടെറസ് വീടിന് മാളിക പണിയാനും പുതിയ ബിസിനസ് തുടങ്ങാനും കുട്ടികളെ ഉയർന്ന പഠനത്തിനയക്കാനും പലിശക്ക് കടം വാങ്ങുന്ന കാലമാണിത്. പണക്കാരെ പോലെ ജീവിക്കാൻ ചെറുപ്പക്കാർ പണിയെടുക്കാൻ പോവാതെ ലോട്ടറി ടിക്കറ്റും വാങ്ങി കീശയിലിട്ട് നടക്കുകയാണ്, ഭാഗ്യം വരുന്നതും കാത്ത്. വേറൊരു കൂട്ടരുണ്ട്, അത്യാവശ്യം വരുമാനം ബിസിനസ്സിൽ നിന്ന് കിട്ടുമ്പോൾ അത് പെട്ടെന്ന് ഇരട്ടിപ്പിക്കാൻ വേണ്ടി ചീട്ടുകളിൽ ചേരും. അങ്ങനെ സ്വന്തം വീട് വരെ വിറ്റ് ചീട്ട് കളിച്ച് നശിപ്പിച്ച ആൾക്കാർ ഇന്നാട്ടിലുണ്ട്. സിമെന്റ് കൊത്തിപ്പൊളിച്ച് മാർബിൾ ഇടാനും ടിവിയും ഫ്രിഡ്ജും മറ്റ് ആർഭാട സാധനങ്ങൾ വാങ്ങാനും ഒരു ജോലി ഉണ്ടായിരിക്കെ സൈഡ് ബിസിനസ് തുടങ്ങാനുമൊക്കെ വട്ടിപ്പലിശക്കാരിൽ നിന്ന് കടം വാങ്ങിയ പല ആളുകളും കുടുംബത്തോടെ ആത്മഹത്യ ചെയ്ത സംഭവം ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഉപ്പ് എന്തിനാ അതിങ്ങനെ നീട്ടി വലിച്ച് പറയണത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാവും. പണത്തിനോടുള്ള ആർത്തിയാണ് മനുഷ്യൻ്റെ എല്ലാ നാശത്തിൻ്റെയും തുടക്കം. മനസ്സിൽ നിന്ന് അത് ഉപേക്ഷിച്ചാൽ മനുഷ്യൻ ഐശ്വര്യവാനായി. കടബാധ്യതയോടുകൂടി മരിച്ച ഒരാളുടെ മയ്യത്ത് നബി നിസ്കരിച്ചില്ല, കാരണം അത്തരക്കാർക്ക് സ്വർഗം നിഷിദ്ധമാണ്. എന്നാൽ മനുഷ്യന്മാർക്ക് കടം വാങ്ങാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് കടബാധ്യതകൾ എഴുതി വെക്കണമെന്ന് റസൂല് പഠിപ്പിച്ചത്. മരിച്ചാൽ ജീവിച്ചിരിക്കുന്നവർക്ക് കടം വീട്ടാലോ? അങ്ങനെ ചെയ്യാതെ ഒരുത്തം മരിച്ചാൽ പോട്ടെ ഷഹീദായാൽ പോലും അവൻ നരകത്തിലായിരിക്കും. ഞാൻ ഇത്രയും നീട്ടിപ്പറഞ്ഞത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായോ? മരിച്ചു ചെല്ലണത് സ്വർഗത്തുക്കാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഏത് സമയവും അത് മാത്രം എൻ്റെ പ്രാർത്ഥന. പക്ഷേ ആ സ്വർഗത്തിൽ എൻ്റെ മക്കളില്ലാത്തൊരവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ. എൻ്റെ പൊന്നുമോൻ ഉപ്പാൻ്റെ നെഞ്ചിലെ ഈ ഭാരം ഒന്ന് ഇറക്കിത്തരണം.
എൻ്റെ അറിവിൽ മുതലാളിക്കുള്ള എല്ലാ ഇടപാടും നമ്മൾ വീട്ടിൽ കഴിഞ്ഞ് ഇനി ഒന്നും ബാക്കില്ല. ഉണ്ട് കോയാക്ക, ഒരാധാരം കൂടി തിരിച്ചു കൊടുക്കാനുണ്ട്. എന്നോട് ക്ഷമിക്കണം. മറ്റൊരാവശ്യത്തിനായിരുന്നു അന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോഴാണ് നിൻ്റെ ജ്യേഷ്ഠൻ ആധാരം കയ്യിലാക്കിയത് കണ്ടത്. നിങ്ങളെ രക്ഷിക്കാൻ എനിക്കപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. നന്ദിയുണ്ട്. അന്ന് നിങ്ങളങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ വീടും പറമ്പും ഏതെങ്കിലും ഒരു പലിശക്കാരൻ്റെ കയ്യിലാകുമായിരുന്നു. പിന്നെ മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളെ വല്ലാതെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ വല്ലാത്ത കുറ്റബോധം. എന്നോടൊന്നും തോന്നരുത്. ഏയ്, നിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും. ഏതായാലും വാ, ഒരു കാര്യം പറയട്ടെ. ഇയാളെ പരിചയമുണ്ടോ? നാട് വിട്ടുപോയി എന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന എൻ്റെ ഇക്ക. തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നടത്തിയ പോരാട്ടത്തിന് എൻ്റെ ഒപ്പം നൽകിയ സമ്മാനം. തക്ക സമയത്ത് ഞാൻ ഇടപെട്ടതുകൊണ്ട് ഈ ശരീരത്തിൽ ജീവനെങ്കിലും ബാക്കിയായി. ഇക്കയെപ്പോലെ എനിക്കും ഉപ്പയെ എതിർക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ എൻ്റെ ഇക്കയുടെ വായിലേക്കൊരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ ഉണ്ടാവണ്ടേ? അങ്ങനെയാണ് ഞാൻ ഉപ്പയുടെ വിശ്വസ്തനായ മകനായി വേഷം കെട്ടിയത്. ഇക്ക തളർന്നു വീണ ഷോക്കിലാണ് ഉമ്മ മരിച്ചത്. ഈ സംഭവങ്ങളൊന്നും പുറം ലോകത്ത് ആർക്കും അറിയില്ല. അറിയാൻ പാടില്ലെന്നാണ് മുതലാളിയുടെ ഓർഡർ. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ആ കിടക്കുന്ന സാധുവിൻ്റെ ജീവൻ കൂടി നഷ്ടമാവും. ഞാനിവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നീ മുമ്പ് പറഞ്ഞ പോലെ ഈ നാട്ടിലെ പാവങ്ങളെ അനാഥരാക്കി പോയി കളഞ്ഞ എൻ്റെ ഇക്ക ഇനി ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കട്ടെ. ഇനി എനിക്കൊരു ബാധ്യത കൂടി ബാക്കിയുണ്ട്. ദാ ഈ നിൽക്കുന്ന കോയാക്ക. വീടൊന്ന് ശരിയാക്കി കൊടുക്കണം. കൃഷി ചെയ്യാൻ കുറച്ച് ഭൂമിയും കൊടുത്താൽ മൂപ്പരങ്ങനെ ജീവിച്ചു പോയിക്കൊള്ളും. സത്യം പറഞ്ഞാൽ എന്നെ നിയന്ത്രിക്കുന്നത് മൂപ്പരാ. കോയാക്ക ഇവിടുന്ന് പോകാനൊരുങ്ങിയതാ, ഞാനാ പിടിച്ചു നിർത്തിയത്. ഒരുപാട് കടപ്പാടുണ്ട് ഇദ്ദേഹത്തോട്, മറക്കാൻ കഴിയില്ല. ഒരു ബാപ്പയുടെ സ്നേഹമാണ് കോയാക്ക എനിക്ക് തരുന്നത്. ഉപ്പ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങളോടൊക്കെ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കും.
പ്രിയപ്പെട്ട ഉപ്പക്ക് അസ്സലാമു അലൈക്കും. ഉപ്പയുടെ അന്നത്തെ വാക്കുകൾ കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ കിടന്ന് നേറുകയാണ്. കുറേ ആലോചിച്ചെടുത്ത തീരുമാനമനുസരിച്ച് ഞാൻ പോവുകയാണ്. ഈ പോക്ക് മറ്റുള്ളവരെ പറ്റിച്ചുള്ള ഒരു മുങ്ങലല്ല, പകരം ജോലി അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ്. ഞാൻ എൻ്റെ ശരീരം കൊണ്ട് അധ്വാനിക്കും. ആ സമ്പാദ്യം കൊണ്ട് വേണം ഞാൻ വരുത്തി വെച്ച എൻ്റെ കടം വീട്ടാൻ. ഉപ്പയോട് പറഞ്ഞിരുന്നെങ്കിൽ കടം വീട്ടാനുള്ള പണം തരുമെന്നറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതിലെനിക്കൊരു ത്യാഗത്തിൻ്റെ സംതൃപ്തിയില്ല. ഞാനിടക്ക് ഫോണിലൂടെ ബന്ധപ്പെടും. മനുഷ്യരല്ലേ, അതിനിടക്ക് മരണം സംഭവിച്ചാൽ എൻ്റെ കടങ്ങൾ ഉപ്പ വീട്ടണം. കൊടുക്കാനുള്ള സംഖ്യയും ആളുകളുടെ പേരും ഇതിൻ്റെ കൂടെയുണ്ട്. എൻ്റെ കാര്യമോർത്ത് ഉപ്പ ദുഃഖിക്കരുത്. ഉപ്പയുടെ മകൻ മനാഫ് ഇനി മുതൽ ഒരു തെറ്റും ചെയ്യില്ല, സത്യം. കടം വീട്ടാനുള്ള പണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉപ്പക്കും മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ നാട് വിട്ട കാര്യം തൽക്കാലം മറ്റാരും അറിയണ്ട. എൻ്റെ പതിവ് മുങ്ങലായി ഇതും കരുതിക്കൊള്ളും. ഏതു സമയവും എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വല്ലിക്കാൻ്റെ മക്കൾ കൂടെയില്ലാത്തതുകൊണ്ട് ഒറ്റപ്പെട്ട പോലെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവ്വം, ഉപ്പയുടെ മകൻ മനാഫ്. ഉപ്പ, നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്തു നോക്കിയാലോ? ഏയ്, അതൊന്നും ശരിയാവൂല. വെറുതെ നാട്ടുകാരെയും കൂടി അറിയിച്ചിട്ടെന്താ? ഓൻ തിരിച്ചു വരും. അതിൻ്റെ മുമ്പ് ഓൻ്റെ കടമൊക്കെ നമുക്ക് വീട്ടണം. എന്താ? ഈ കാര്യം ഞാൻ ഉപ്പയോട് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഉമ്മറാജി, എന്റെ മോനെ ഇറക്കിവിട്. എല്ലാവരും ഇവിടെ നിന്നോളൂ, ഇത് ഞാൻ തീർത്തോളാം. ആ, ആരാത്? ഹജ്ജ് കഴിഞ്ഞ് ഇന്നലെ വന്നു എന്നറിഞ്ഞു. ഞാൻ നിങ്ങൾ പുണ്ണരൊക്കെ വന്നല്ല, എന്റെ മോനെ കണ്ട് ഇറക്കി വിടൂ. നിങ്ങളെ മോനോ? എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ മക്കളെ ചോദിച്ചാൽ ഞാൻ എവിടുന്ന് എടുത്തു തരിക? വേണമെങ്കിൽ എൻ്റെ മക്കളെ ഇറക്കിത്തരാം. നാട്ടില് നീതി ന്യായം നടപ്പാക്കുന്ന ഉമ്മറാജ് എന്ന് മുതലാ കളവ് പറയാൻ തുടങ്ങിയത്? എന്റെ മോൻ ഈ പെരന്റെ അകത്ത് വന്ന് എന്റെ മൂത്തോക്കി പറ. എന്തേ നിങ്ങളെ മുണ്ടാനെ മുട്ടിപ്പോയോ? ഓനെ നിങ്ങളുടെ ഇറക്കി വിടുന്ന അതോ ഞാൻ കയറി പിടിച്ചിറക്കണോ? കയറി പിടിച്ച് കിടക്കട ആ നാറിന്റെ മോനെ. നിക്കടാ അവിടെ. നിന്റെ വീട്ടിൽ അഭയം തേടി വന്ന ഒരാളെ ഞാൻ വിട്ടു തരൂല. നിങ്ങൾക്ക് വേണ്ട സമ്പത്തല്ലേ? ആ പാവത്തിനെ ചവിട്ടിക്കൊന്നാൽ അത് തിരിച്ചു കിട്ടുക? ഒരുപാട് അന്യായങ്ങൾക്ക് വിധി പറഞ്ഞ മുറ്റാത്. ഈ കേസിന്റെ വിധി ഞാൻ പറയാൻ പോവുകയാണ്. ഒരു മിനിറ്റ് കാത്തു നിൽക്കി. എന്നാ പിടിക്ക്. എൻ്റെ സമ്പത്തിൻ്റെ മുഴുവൻ രേഖകളുണ്ട് ഇതിൽ. ബാങ്കുമായിട്ട് എനിക്ക് ഇടപാടില്ലാത്തത് കൊണ്ട് ചെക്ക് തരാനില്ല. ഓരോ വർഷവും കൃത്യമായി സക്കാത്തും സദക്കയും കൊടുത്ത് ശുദ്ധീകരിച്ച മുതലാണിത്.
എന്നാണ് രജിസ്ട്രേഷൻ വേണ്ടതെന്ന് മുതലാളി പറഞ്ഞാൽ മതി, ഞാൻ വരാം. പകരം ഹബീബിനെ ഞാൻ ഏറ്റെടുത്തു. എനിക്ക് നഷ്ടപ്പെട്ട മകന് പകരമായി ഞാൻ സ്നേഹം കൊടുത്ത് വളർത്തിക്കോളാം അവനെ. ഹബീബിനെ പോലത്തെ ഒരു മകൻ്റെ ബാപ്പയാകാനുള്ള യോഗ്യത എന്തായാലും നിങ്ങൾക്കില്ല. കാരണം ഇസ്ലാമിൻ്റെ കുപ്പായമണിഞ്ഞ് ഹറാമ് തിന്നുകയും ഹറാമ് ധരിക്കുകയും ഹറാമിൽ അന്തി ഉറങ്ങുകയും ചെയ്യുന്ന ആളാണ് നിങ്ങൾ. പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും അതിന് സാക്ഷി നിൽക്കുന്നവനും അതിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്നവനും ശപിക്കപ്പെട്ടവരാണെന്നും പലിശ വാങ്ങുന്നവൻ പിശാചി ബാധയേറ്റവനെ പോലെയാണെന്നും പറഞ്ഞു പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂലാണ്. നിങ്ങൾ ചവിട്ടിക്കൂട്ടി ജീവച്ഛവമാക്കിയ ഒരു മകൻ വീടിനകത്തെ ഇരുട്ടുമുറിയിലുണ്ടെന്ന് അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞു. നിങ്ങളെ കൈകൊണ്ട് അവൻ്റെ ജീവനെടുത്ത് കഴിയുമ്പോൾ മഹല്ല് പ്രസിഡന്റ് എന്ന നിലക്ക് എന്നെ ഒന്ന് അറിയിക്കണം. കേസ് കൊടുക്കാനല്ല, ഈ മഹല്ലുകാരെ വിളിച്ചുകൂട്ടി അവന് വേണ്ടി നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും. മോനെ സൈതാലിയെ, എൻ്റെ മോൻ കാണാത്ത കുറച്ച് ഇടപാടുകൂടി ഉണ്ട്. എൻ്റെ ബാപ്പാൻ്റെ കാലത്തുള്ള ഇടപാടാ അത്. എനിക്ക് ഓർമ്മയില്ലേ, വടക്കേ കരയിലെ വലിയൊരു തറവാട്ട് വീടും 3.5 ഏക്കർ സ്ഥലവും. എങ്ങനെ മറക്കൂല്ലേ? ആ വീടും ആ പറമ്പും എൻ്റെ ബാപ്പാനോട് വിലയ്ക്ക് വാങ്ങിയല്ല, ചതിച്ച് കയ്യിലാക്കിയതാ. അതിൻ്റെ രേഖയായത്. ഇന്ന് മുതൽ ഇതെൻ്റെ സ്വത്താ. പൊന്ന് വെളിയിന് മണ്ണാണത്. തെങ്ങും കവുങ്ങും കുരുമുളകും ഒക്കെ ഉണ്ട് അതിൽ. ഇന്ന് മുതൽ അതിലെ വരുമാനം മുഴുവൻ എങ്ങക്കാ. മുതലാളിയല്ല, രായൻ. ഇപ്പം മുതലില്ലാത്തവനാ. പിന്നെ എങ്ങനെയാടോ മുതലാളിയാവുക? എന്നാലെന്താ, ഇപ്പം കിട്ടുന്ന മനസ്സിൻ്റെ സുഖം ഇതിനു മുമ്പ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാ ഞാൻ വരട്ടെ സൈതാലി. പോട്ടേടോ, ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ വാ. ഇക്കാനെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. രണ്ടാക്കൂത പുതിയ ഡ്രസ്സ്. വേഗം പോയി മാറ്റി വന്ന് നമുക്ക് പോണ്ടേ? ചെല്ലടാ, വേഗം വാ. നമുക്ക് താമസിക്കപ്പോൾ നല്ലൊരു വീടുണ്ട്. കൃഷി ചെയ്യാൻ ധാരാളം ഭൂമിയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൃഷി ചെയ്ത് അവിടെ ഇങ്ങനെ കൂടാ. ഈ പുറപ്പെട്. ഞങ്ങൾ വരുന്നില്ല. ഇക്ക അങ്ങനെ പറയരുത്, ഞങ്ങളോടൊപ്പം വരണം. വാശി കൊണ്ടല്ല ഞാൻ വരാത്തത്. നിങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. നിങ്ങൾ ഇനി സുഖമായി ജീവിക്കണം. ഞാൻ തിരിച്ചു. മാത്രമല്ല,
ഈ കോളനിയിൽ ഇപ്പോൾ പലിശക്കാർ വരാറില്ല. ഞാനിവിടുന്ന് പോയാൽ അവർ വീണ്ടും വന്ന് ഇവിടുത്തെ പാവങ്ങളെ പിഴിയും. ഇതൊക്കെ കണ്ടിട്ട് പാപ്പാക്ക് സഹിക്കാൻ കഴിയണില്ല മോനെ. എനിക്കിവിടെ യാതൊരു പ്രയാസവുമില്ല പാപ്പ. എല്ലാ ദിവസവും പണിയുണ്ട്. ആദ്യമൊക്കെ പണിയെടുത്ത് ഞാൻ വല്ലാതെ തളർന്നിരുന്നു. ഇപ്പം എല്ലാം ശരിയായി. ഏത് പണിക്കും പോകും. ഇപ്പോഴാ ശരീരമൊക്കെ ഒന്ന് ശരിയായത്. മനസ്സമാധാനം ഉള്ളതുകൊണ്ട് നന്നായി ഉറങ്ങുകയും ചെയ്യും. എന്നാ മക്കളെ ഞങ്ങൾ കൊണ്ടുപോകും. ഏയ്, അതൊന്നും ശരിയാവില്ല. അവർ ശരിയായ ജീവിതം എന്താണെന്ന് കണ്ടു പഠിക്കട്ടെ. അല്ലെങ്കിൽ എൻ്റെ ഗതികേട് അവർക്കും വരും. പണം കൊണ്ടെല്ലാം നേടാമെന്ന് കരുതിയവനാണ് ഞാൻ. ക്ഷമ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലാം ശരിയാവുമെന്ന് കരുതിയവരാണ് എൻ്റെ ബാപ്പയും അനിയനും ബാക്കിയുള്ളവരും. പണമാണ് എല്ലാ ഐശ്വര്യത്തിൻ്റെയും മാനദണ്ഡമെന്ന് എന്നെ പഠിപ്പിച്ചവരൊന്നും ഇന്നെൻ്റെ കൂടെയില്ല. എൻ്റെ ബാപ്പയുടെ വഴിയായിരുന്നു ഞാൻ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. അതാണ് ശരിയെന്നും സത്യമെന്നും കാലം തെളിയിച്ചു തന്നില്ലേ? ഞാൻ വരും, ഇടയ്ക്കൊക്കെ വരും, എല്ലാവരെയും കാണാൻ. ഈ മക്കളെ ഞങ്ങൾ കൊണ്ടുപോകും. കണ്ടില്ലേ അവർ ഒരുങ്ങി നിൽക്കണ്. ഇവരെ ഇനി ഞങ്ങൾ നോക്കിക്കോളാം. ഒന്നിനൊരു കുറവുണ്ടാവില്ല. നിങ്ങൾക്ക് പോണോ? പോണെങ്കിൽ പോയിക്കോ. വാ മക്കളെ. ഞങ്ങൾ പോണില്ല. ഉമ്മ പോയ പോലെ ഉപ്പയെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകൂല. നമുക്ക് ഈ വീട് മതി ഉപ്പ. ആചാരെ, നമ്മൾ തമ്മിൽ നടത്തിയ കച്ചവടം എനിക്ക് നഷ്ടമാണ്. അതുകൊണ്ട് ഞാനതൊന്ന് പിന്മാറുന്നു. നിങ്ങളെ മുതൽ ഇനി എൻ്റെ മുതൽ എനിക്ക് തിരിച്ചു തന്നാൽ എനിക്ക് പോയായിരുന്നു.
ഉപ്പാൻ്റെ കൂടെ പോയിക്കോ. പുതിയ രായ്മോലാലിൻ്റെ മനസ്സിൻ്റെ വേദന എനിക്ക് നന്നായി അറിയാം. കാരണം മകൻ നഷ്ടപ്പെട്ട ബാപ്പാൻ്റെ വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാജിയാരെ, ഈ കച്ചവടം ഒഴിഞ്ഞത് ഞാനാണല്ലോ. അതിനുള്ള നഷ്ടപരിഹാരം കൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ പഴയ നഷ്ടപരിഹാരം അല്ല കേട്ടോ. ആചാരം എങ്ങളെ മോൻ ഓൻ എങ്ങനെ എൻ്റെ കയ്യിലെത്തി എന്നുള്ളത് ഓൻ തന്നെ പറഞ്ഞു തരും. എന്താ സെയ്താലിയെ? എന്താ സിറാജെ? ഒരു പരാതിയായിട്ട് ആചാര്യ ഞാൻ വന്ന്. ഒരുപാട് കേസുകൾക്ക് വിധി പറഞ്ഞ ആളല്ലേ. എൻ്റെ കേസൊന്ന് തീർപ്പാക്കി തരണം. എൻ്റെ പ്രയാസങ്ങളൊക്കെ തീർന്നപ്പോഴാണ് എനിക്ക് പ്രയാസം കൂടിയത്. മനസ്സമാധാനവും സന്തോഷമൊക്കെ പോയി ആചാര്യ. ഈ കാര്യം എന്താ വെച്ചാ പറ സെയ്താലിയെ. എൻ്റെ മോൻ ചാളപ്പുരയിലാണ് ആചാര്യ താമസിക്കണത്. വിളിച്ചിട്ട് വന്നില്ല. ആ മക്കളെ മുഖം മനസ്സൊന്ന് പോണില്ല ആചാര്യ. മുതലൊക്കെ പോയപ്പോൾ ഓൻ്റെ പെണ്ണുങ്ങൾ ഓനിട്ടെറിഞ്ഞ് പോയി. ഇതൊക്കെ കണ്ട് വലിയ വീട്ടിൽ താമസിച്ച സെയ്താലിക്ക് സന്തോഷമല്ല ഉണ്ടാവുക. സെയ്താലിൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഓനക്ക് സന്തോഷമില്ല വെച്ചാൽ ഞമ്മക്കും സന്തോഷമില്ല. അതുകൊണ്ട് ഈ കേസിൻ്റെ വിധി രായ്മോലാളി പറയും. സെയ്താലിയുടെ മൂത്ത മകൻ ജലാലിൻ്റെ വീട് അടച്ചുപൂട്ടി സീൽ ചെയ്യാനും അവനെയും കുടുംബത്തെയും സെയ്താലിയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനും ഈ കോടതി ഉത്തരവിടുന്നു. 2 മണിക്കൂറിനുള്ളിൽ വിധി നടപ്പാക്കേണ്ടതാണെന്നും മഹല്ല് പ്രസിഡന്റ് ബഹുമാനായ ഉമ്മർ ഹാജി ഈ നടപടിക്ക് നേതൃത്വം കൊടുക്കേണ്ടതാണെന്നും ഈ കോടതി വിധിക്കുന്നു. എന്താ, ശരിയല്ലേ? 100 വട്ടം ശരിയാണ്. Ha 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 ha!